അത്തരം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത്. തെലുങ്കിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അഭിനയിക്കുമ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്. ആരാന്ന് ഞാൻ പറയുന്നത്, പൃഥ്വിരാജ് ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്. പറയട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് ലിസ്റ്റും വഴി തന്നെ പോകണമെന്നൊന്നുമില്ല. ഐ ഹാവ് ബിൻ ഇൻ സെറ്റ്സ് വേർ ആ മദ്യത്തിന്റെ സ്മെല്ലൊക്കെ വന്ന് എനിക്ക് അറിയാം ആള് എന്തോ കഴിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കാണുന്നത് സത്യമാണോ അതോ സത്യം എന്താണെന്ന്, അതിനെ സത്യം ഇങ്ങനെ നിൽക്കുന്നതാണ് സത്യം, പെട്ടെന്ന് നോക്കിയാൽ ഇതായിരിക്കും സത്യം. സോ എല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. അതാണ് എല്ലാ വ്യക്തികളും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ. തുല്യവേതനം എന്നൊരു സംഭവം ഇപ്പം മലയാള സിനിമയിൽ ഭയങ്കര ചർച്ച നടത്തുന്നു. തുല്യവേതനം ആ സിനിമയിൽ ഇങ്ങർക്ക് ഇത്രയും കിട്ടിയില്ലേ, അതുകൊണ്ട് എനിക്ക് അടുത്ത സിനിമയിൽ എനിക്ക് ഇത്രയും വേണം എന്നുള്ളതല്ല. അത്രയും ഒരു സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ആ ഒരു വാദത്തിനെ. നമസ്കാരം. മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു നടിയുണ്ട്. ഒരു 4 വർഷക്കാലം ഗ്യാപ്പ് ഉണ്ടാകും. കാരണം അത് ഞാൻ നേരത്തെ ഇതിനു മുമ്പ് സംസാരിച്ച 2.5 വർഷം കോവിഡ് കൊണ്ടുപോയി എന്നാണ് എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ട താരം അഭിരാമിയാണ് ഇന്നിപ്പോ എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. കുറെ ആയി കണ്ടിട്ടല്ലേ? കുറെ ആയി കണ്ടിട്ട്. അതെ അതെ. 4 വർഷക്കാലം കഴിഞ്ഞിട്ട് തിരിച്ച് വലിയൊരു സിനിമയിലേക്ക് വന്നു. സുരേഷ് ബിജു മേനോനും ഉള്ള ഗരുഡൻ എന്ന സിനിമയിലേക്ക് വന്നു. അത് നല്ലൊരു ഫൈവ് മാജിക് ഫ്രെയിമിന്റെ കൂടെ വന്നു. അതെ, അത് ഇത് താരങ്ങളുടെ നിര പറയുമ്പോഴത്തേക്ക് ലിസ്റ്റിനെയും കൂടെ ചേർക്കണമല്ലോ. താരമാണ് ലിസ്റ്റിൻ. അഭിനയിക്കുന്നില്ല എന്നുള്ളൂ സിനിമയിൽ. ഞാൻ എന്തും ചോദിക്കും, ലിസ്റ്റിൻ എന്നാ അഭിനയിക്കാന്ന് ചോദിക്കും. അപ്പൊ എന്നോടും വലിയൊരു പടം എടുക്കുമ്പോൾ അഭിനയിക്കാന്ന് എന്നോട് പറയാറുണ്ട്. ഏത് പത്രസമ്മേളനത്തിലും ആളുകളെ കയ്യിലെടുക്കുന്ന അദ്ദേഹമായിരിക്കും. എന്തു തോന്നുന്നു തിരിച്ച് ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ? തിരിച്ചെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, വീണ്ടും ഒരു സിനിമയിലേക്ക് വരികയാണ് മലയാളികളുടെ ഇഷ്ടപ്പെട്ട താരം. എന്തു തോന്നുന്നു എത്തിയപ്പോ? അതെനിക്കൊരു കുടുംബത്തിലോട് തിരിച്ചു വന്ന ഫീലിംഗ് തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. തമിഴിലും തെലുങ്കിലും പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, കന്നഡയിലും ചെയ്യുന്നുണ്ടായിരുന്നു. മലയാളത്തിൽ എന്തോ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പ് വന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-2.5 വർഷം കോവിഡിന്റെ കാരണമായിരുന്നു. പിന്നെ ഒരു കറക്റ്റ് സ്ക്രിപ്റ്റ് ഒത്തു വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ നല്ലൊരു ടീമിന്റെ കൂടെ വരാൻ പറ്റി. അതും സുരേഷ് ഏട്ടൻ, ബിജു ഏട്ടൻ രണ്ടുപേരും ഞാൻ ഇതിനു മുമ്പും വർക്ക് ചെയ്തിട്ടുള്ള രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തോ ഒരു നമുക്കൊരു കംഫർട്ടബിൾ എന്ന് പറയില്ലേ, അതുകൊണ്ട് ശരി നമുക്കിത് ചെയ്തു കളയാന്ന് പറഞ്ഞു. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അഭിരാമിക്ക് തോന്നി എന്തായിരുന്നു? ഈ കഥയിൽ ഇത് എനിക്ക് പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് എന്ന് തോന്നിയിട്ട് തന്നെയാണ് പറയുക. അതിലെന്താണ് സ്പാർക്ക് ചെയ്തെന്തായിരിക്കും? ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. അരുൺ ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നു. ആൻഡ് മിഥുന്റെ ആണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ, മിഥുൻ മാനുവലിന്റെ ആണ്. അപ്പൊ പുള്ളിയുടെ വർക്ക്, പുള്ളിയുടെ റേഞ്ച് എനിക്കറിയാം. ഇപ്പൊ ആട് പോലത്തെ ഒരു പടവും ചെയ്യും, 5-ാം പാതിര പോലത്തെ ഒരു പടവും ചെയ്യും. അപ്പൊ പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ, സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയായിരുന്നു. ആൻഡ് അരുൺ ഇതിന്റെ ഒരു സ്റ്റോറി ആർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അരുൺ വർമ്മ ഇതിന്റെ ഡയറക്ടർ. അപ്പൊ തന്നെ എനിക്കൊരു ക്യാറ്റ് ആൻഡ് മൗസ് ആ ഒരു സംഭവം, നമ്മൾ കാണുന്നത് സത്യമാണോ അതോ സത്യം എന്താണെന്ന്, അതിനെ സത്യം ഇങ്ങനെ നിൽക്കുന്നതാണ് സത്യം, പെട്ടെന്ന് നോക്കിയാൽ ഇതായിരിക്കും സത്യം. ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഒന്നിലെ എന്താ ചെയ്യുക, നമ്മുടെ ക്യാരക്ടർ സൂപ്പർബായിട്ടുള്ള ഒരു ക്യാരക്ടർ ആവണം, ഇല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന സ്റ്റോറി നല്ലൊരു അടിപൊളി സ്റ്റോറിയുടെ ഭാഗമാകണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്കിതിൽ വരാൻ പറ്റിയത് എനിക്ക് വളരെയധികം ഐ വാസ് സോ ഹാപ്പി. ഇത്രയും നല്ലൊരു സ്റ്റോറി ഓഡിയൻസ് മെമ്പർ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റും കേട്ടപ്പോഴത്തേക്ക്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സിനിമയോടുകൂടിയാണ് വരുന്നത്, ബാലതാരമായി എത്തുന്നു അല്ലെ? അത് വരുന്ന ബാലതാരമായി എത്തുന്ന സിനിമ തന്നെ ഏറ്റവും വലിയ ഡയറക്ടറുടെ കൂടെയാണ് വരുന്നത്. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അഭിരാമിക്കുണ്ടായത്. പിന്നീട് ജയറാമിന്റെ കൂടെ നായികയായിട്ട് +1 പഠിക്കുമ്പോഴാന്ന് എനിക്ക് തോന്നുന്നു നായികയായിട്ട് വരുന്നത് അല്ലെ? അത് ചെറിയ കാലത്ത് നിന്ന് നായികയായി എത്തുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഒത്തിരി പേരുടെ, മമ്മൂക്കാടെ കൂടെയും ലാലേട്ടന്റെ കൂടെയും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നായികയാണ്. സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചു. ഇപ്പോൾ വന്ന് സുരേഷ് ചേട്ടനെ കാണുമ്പോൾ, ആ ഗ്യാപ്പ് കഴിഞ്ഞ് കാണുമ്പോൾ സുരേഷ് ചേട്ടനെ കണ്ടപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത്? എനിക്ക് ആ ഒരു ഞാൻ ഇപ്പൊ കൂടി നമ്മളൊരു കാറിൽ ഒരുമിച്ചിരുന്നുള്ള ഒരു സീക്വൻസിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ഇപ്പോഴും ആദ്യമായിട്ട് സുരേഷ് ഏട്ടനാണ് എന്നെ ഈ അടൂർ സാറിന്റെ പടം കഴിഞ്ഞിട്ട് കമേഴ്ഷ്യൽ സിനിമയിലോട്ട് എന്നെ കൊണ്ടുവരുന്നത് സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടൻ ഞാനപ്പോ ഒരു TV ഷോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ ഷോ കണ്ടിട്ട്, അപ്പൊ ദിവ്യ എന്നാണല്ലോ പേര്, അഭിരാമി എന്നാണെങ്കിലും വിളിച്ചു, സുരേഷ് ഏട്ടൻ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ സുരേഷ് ഗോപിയാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫോണില്. അച്ഛനാണ് ഫോൺ എടുത്തത്. അതിന് യാദൃശ്ചികമായിട്ട് ഞാൻ ഒരാഴ്ച എങ്ങാണ്ട് മുമ്പ് കുറെ മിമിക്രി ആർട്ടിസ്റ്റിന്റെ കൂടെയും ഡബിങ് ആർട്ടിസ്റ്റിന്റെ കൂടെയും ഒരു സ്റ്റേജ് ഷോ ചെയ്തായിരുന്നു. അപ്പൊ അവരോട് കൂടെ നല്ല കമ്പനിയായി, നല്ല രസിച്ച് ചെയ്ത ഒരു സ്റ്റേജ് ഷോ ആണ്. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു സുരേഷ് ഗോപി ആണെന്നും പറഞ്ഞ ഒരാൾ വിളിക്കുന്നു.
അപ്പൊ അച്ഛനും വിളിച്ച ആരോ വിളിച്ചു സുരേഷ് ഗോപിയാണെന്നൊക്കെ പറഞ്ഞു, മിക്കവാറും നിന്റെ ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലാഘവത്തോടു കൂടിയാണ് അത് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചു, അല്ല ഞാൻ ശരിക്കും സുരേഷ് ഗോപിയാണ് വിളിക്കുന്നേ എന്ന് പറഞ്ഞ് സുരേഷ് ചേട്ടനാണ് എന്നെ പത്രം എന്ന സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നേ. അതിൽ പോയിട്ട് ഓഡിഷൻ ചെയ്തു. ബിജുട്ടന്റെ പേരായിട്ടാണ് ഞാൻ അതിൽ വർക്ക് ചെയ്തത്. അപ്പം ആ ഒരു ശില്പ മീരി ചെറിയൻ എന്നാണ് ആ ക്യാരക്ടർ. അപ്പൊ ആ മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ, അതും ജോഷി സാറ്, രഞ്ജിയേട്ടൻ, ഇത് പക്കാ കമേഴ്ഷ്യൽ, ആസ് കമേഴ്ഷ്യൽ ആസ് ഇറ്റ് കെൻ ഗെറ്റ്. വലിയൊരു സിനിമ. അതെ അതെ, മുരളി സാറ്, ഒത്തിരിയും സ്റ്റാർ നിരനിരയായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ എനിക്കൊരു ഭാഗം ആകാൻ പറ്റിയത്. ദാറ്റ് ഇസ് മൈ എൻട്രി ഇൻ ടു മലയാളം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് കഴിഞ്ഞിട്ട്. സോ ആ സുരേഷ് ചേട്ടന്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യാൻ കിട്ടുന്ന എനിക്ക് ഐ എം സോ കംഫർട്ടബിൾ. സുരേഷ് ചേട്ടനായിട്ട് എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? പത്രം ചെയ്തു, അത് കഴിഞ്ഞിട്ട് തമിഴിലൊരു പടം ചെയ്തു, സമസ്ഥാനം എന്ന് പറഞ്ഞ. പിന്നെ മിലേനിയം സ്റ്റാർസിൽ സുരേഷ് ചേട്ടൻ ഉണ്ട്. അതിൽ പക്ഷെ ഞങ്ങൾക്ക് അധികം കോമ്പിനേഷൻസ് ഇല്ല. പിന്നെ ഏതൊക്കെ കുറെ ഒരു നാലാമത്തെ അഞ്ചാമത്തെ പടമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. അതെ. അത് കഴിഞ്ഞ് ഒപ്പത്തിക്കിരി കുറെ വർഷം കഴിഞ്ഞ് മലയാളത്തിൽ ചെയ്ത സിനിമയിലും സുരേഷ് ചേട്ടന്റെ പേരായിട്ടായിരുന്നു ചെയ്തത്. ഒരു അറ്റ്ലീസ്റ്റ് 4 ഫിലിംസ് എങ്കിലും നമ്മൾ ഒരുമിച്ച് ചെയ്തത്. സുരേഷ് ചേട്ടനാണ് ശരിക്കും കൈപിടിച്ച് ഉയർത്തിയെന്ന് പറയാം. സത്യമായിട്ടും. അതെ അതെ അതെ. ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് സുരേഷ് ചേട്ടൻ. അത് ആരും ആ ഒരു ആംഗിളിലാണ് സുരേഷ് ചേട്ടൻ കാണുന്നത്. രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചാൽ നല്ല മനസ്സിന്റെ ഉടമയാണ്. അതെ, എല്ലാവരും പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് വേറെ ഒരു ടിനി ടോമിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു, രാഷ്ട്രീയമല്ല അവിടെ, ഒരു നല്ല മനസ്സ്, എന്തുമാത്രം സഹായം ചെയ്യുന്ന വ്യക്തിയാണെന്ന്. ഒത്തിരി സഹായം ചെയ്യുന്നു. എനിക്കിപ്പോഴും ആ മിമിക്രി കുടുംബത്തിലേക്ക് ഇപ്പോഴും സിനിമ പുള്ളിക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്നും ഒരു തുക അവിടെ കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട കലാകാരന്മാർക്ക്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. നമുക്ക് എല്ലാവരും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അത് എങ്കിലും സുരേഷ് ചേട്ടൻ ആ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പത്രം ഒരു വലിയ ബ്രേക്ക് വന്ന സിനിമ അല്ലെ? എടുത്തിരിക്കുന്ന സിനിമയിൽ അഭിരാമിയുടെ അടുത്ത് ചോദിച്ചാൽ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ ഏത് പറയും? അയ്യോ, അങ്ങനെ ഫേവറേറ്റ് എടുക്കാൻ പറ്റത്തില്ല എനിക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പത്രം ഇഷ്ടമാണ്. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം തന്നെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫേവറേറ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ആക്ച്വലി മലയാളത്തിൽ എടുത്ത് നോക്കിയ ഒരു 7-8 മൂവീസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. തമിഴിലാണ് കൂടുതൽ. തമിഴ്, തെലുങ്ക്. അവിടെ അങ്ങോട്ടുള്ള ഒരു പാലം എങ്ങനെയാണ് വരുന്നത്? അതും ഇതേപോലെ ഒരു മലയാളം ഷൂട്ടിന്റെ ഇടയ്ക്കാണ് എന്നെ തമിഴിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അത് അർജുൻ സാറിന്റെ കൂടെ ഉള്ള ഒരു ഫിലിമാണ്, വാനവൽ എന്ന് പറഞ്ഞ്. ഇതേപോലെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ, എന്നാൽ നമുക്ക് തമിഴിലേക്കും വിളിക്കാം. അതായിരുന്നല്ലോ അപ്പോഴത്തെ ഒരു ട്രാക്ക്. മലയാളം വന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ് ട്രൈ ചെയ്യുക, പിന്നെ തെലുങ്ക് ട്രൈ ചെയ്യുക, അങ്ങനെ അത് തന്നെ പോകുന്നേ. അങ്ങനെ വളരെ ഓർഗാനിക് ആയിട്ട് തെലുങ്കിലോട്ടും തമിഴിലോട്ടും ഒക്കെ പോയതാണ്. ഓരോരുത്തർ വന്ന് അപ്രോച്ച് ചെയ്ത് കഥ പറഞ്ഞു, അങ്ങനെ വെരി നാച്ചുറൽ ആയിട്ടുള്ള കഥകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ പണ്ടത്തെ കഥകളൊക്കെ ഞാനും അച്ഛനും അമ്മയും 3 പേരും ഇരുന്നാ കേട്ടോണ്ടിരുന്നേ. നല്ല റോളാണോ, നല്ല ക്യാരക്ടറാണോ, ആരാണ് കൂടെ അഭിനയിക്കുന്നത്, അതൊക്കെ ഒരു നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യും. ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ കുറച്ചുകൂടെ വെറൈറ്റി നോക്കുന്നുണ്ട് ഞാനിപ്പോ. ചെയ്ത അതേ ക്യാരക്ടർ പിന്നെയും ചെയ്യുന്നതിൽ നമുക്കും ബോറടിക്കും, കാണുന്ന പ്രേക്ഷകർക്കും ബോറടിക്കും. ഇവർക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവര് പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പം നമ്മളും നമ്മുടെ ഒരു ബാധ്യതയാണ്, നമുക്കും നമ്മുടെ ടാലന്റ് എത്രത്തോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന. അത് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനത് സെൽഫിഷായിട്ട് ഞാനത് നോക്കി കാണുന്ന ഒരു കാര്യമാണ്. ആൻഡ് എൻ്റെ ഒരു ഓഡിയൻസിനെ ബോറടിപ്പിക്കാത്ത രീതിയിൽ എനിക്ക് എത്രത്തോളം വെറൈറ്റി ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അവരുടെ മുന്നിൽ പ്രദർശിക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ദാറ്റ് ഈസ് മൈ ജോബ്. അത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ആസ് മച്ച് as ക്രിയേറ്റീവ് വെറൈറ്റി പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങനെ നോക്കി. ഉണ്ട്. കാണാൻ പറ്റില്ല, എന്നോട് ഇപ്പോഴാണ് പറഞ്ഞ ഉച്ചയ്ക്ക് പോയി എന്ന് എന്നോട് പറയുന്നത്. പരിചയപ്പെടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ കുറച്ചു മുമ്പാണ് പോയെന്ന് ഞാൻ അറിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുമായിട്ട് കഥകൾ, കാര്യങ്ങൾ, സിനിമയിൽ അഭിനയിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ അല്ലെ? ഈ മാതൃദിനത്തിൽ നമുക്കെല്ലാം ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നല്ലേ? ഒരു കുട്ടിയെ ദത്തെടുത്തിരുന്നു, 1 വർഷമായി ദത്തെടുത്തിരുന്നു, നല്ലൊരു പേര് കൽക്കിന്ന് കൊടുത്തിരിക്കുന്നു. ഈ മാതൃദിനത്തിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി പോസിറ്റീവായ കമന്റുകളാണ് അതിനകത്ത് നമ്മളെല്ലാം വായിച്ചത്. അത് 1 വർഷം എങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ വർഷത്തേക്ക് 1 വർഷമായി എടുത്ത് നമ്മൾ വളർത്തുന്നത് ഈ തവണ പറയണമെന്ന് തോന്നാനുള്ള കാരണം? 1 വർഷം എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം ദത്തെടുത്തു എന്നുള്ളതാണ് ഞാൻ അതിൽ പറഞ്ഞിരുന്നത്. ഒരു എക്സാക്ട് 1 വർഷം ആയിട്ടില്ല, കുറെ മാസങ്ങളായി. 2022 നമ്മളുടെ അടുത്ത് വന്നത് അവള്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഒരു ലീഗൽ ഫോർമാലിറ്റി ഉണ്ട്. അത് പൂർത്തീകരിച്ചാലേ നമുക്കത്
നമുക്ക് പുറത്ത് പറയാൻ പാടുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു കുറച്ച് നാള്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നല്ലൊരു മുഹൂർത്തത്തിൽ അവതരിപ്പിക്കാം എന്നുള്ളത് ദിവസമാണ് അവതരിപ്പിച്ചത്. അതെ, ആ ഒരു മദേഴ്സ് ഡേ അതിന്റെ ഒരു പവിത്രത ഉണ്ട്. അതുകൊണ്ട് ആ അന്നത്തെ ദിവസം നമുക്കിത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഒരു വേറൊരു ലൈഫിലേക്ക് മാറി, കുട്ടി എത്തുന്നു അല്ലെ, കുട്ടിയായിട്ട് ചിരിച്ചു കളിച്ച് നോക്കുന്നു. അപ്പൊ കൂടുതൽ ലൊക്കേഷനിലേക്ക് വരുമ്പോ ഒരു നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല, മോളെ കാണാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ശരിക്കും അനുഭവിക്കുന്നില്ലേ? അല്ല, മോള് വരാറുണ്ട്, ഇപ്പൊ ഉണ്ട് ഇവിടെ. കൂടെ ഉണ്ട് എന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, അതിന് നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എനിക്ക്. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ അധികം അവളെ വിട്ട് നിൽക്കുന്നില്ല. ബട്ട് ആ ഒരു എല്ലാം എൻ്റെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമല്ലേ. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് ഭാഗമാണ്, ഒരു അമ്മ എന്നുള്ളത് ഭാഗമാണ്, ഒരു ഭാര്യ എന്നുള്ളത് ഭാഗമാണ്, ഞാനായിട്ട് തന്നെ എൻ്റെ ഒരു ഭാഗമുണ്ട്. സോ എല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. അതാണ് എല്ലാ വ്യക്തികളും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ. തീർച്ചയായിട്ടും അതിനൊന്നും മാറ്റമില്ല. അത് നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾ സെലിബ്രിറ്റി ആകുമ്പോൾ വേറെ വാർത്തയിലേക്ക് പോകുന്നു. ഇതാണ് അതിനകത്ത് വ്യത്യാസമില്ല. പല ആളുകളും ചെയ്യുന്നുണ്ട്, അത് വാർത്തയാവുന്നില്ല. അതാണ് സത്യം. എന്തിനും ഒരു സെലിബ്രിറ്റിക്കാലോ പ്രാധാന്യം തുടങ്ങുന്നത് അവരുടെ ചെയ്യുന്നതായിരിക്കുമല്ലോ വാർത്തയായി വരുന്നത്. പല ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചു, മമ്മൂക്കാട് കൂടെ അഭിനയിച്ചു, ലാലേട്ടൻ കൂടെ അഭിനയിച്ചു, അറിയപ്പെടുന്ന അന്നത്തെ എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് അഭിനയിച്ചു. മമ്മൂക്കായിൽ നിന്നും പഠിച്ച ഒരു പാഠം എന്തായിരിക്കും? പെട്ടെന്ന് പാഠം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, മമ്മൂക്ക എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ നിന്റെ പൈസയുടെ കാര്യത്തിൽ നീ വളരെ കെയർഫുൾ ആയിരിക്കണം, വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല, നീ അതിന്റെ കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യൽ ഒരു അവയർനെസ് ഉണ്ടാവണം എന്ന് പുള്ളി എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഞാൻ പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോഴത്തേക്കും എനിക്ക് അധികം പ്രായമൊന്നുമില്ല, ഒരു 16-17 വയസ്സ്, ആ ഒരു വളരെ യങ് ഏജിലാണ് മമ്മൂക്കയോട് അഭിനയിക്കുന്നത്. അപ്പോഴേ പക്ഷെ പറയുമായിരുന്നു, നീ എങ്ങനെ ആരെയും വിശ്വസിക്കാൻ പാടില്ല, ഇത് വളരെ കപടമായ ഒരു ഇൻഡസ്ട്രിയാണ്, എപ്പോഴും മനുഷ്യരെ ചതിച്ചിട്ട് പോകാൻ നോക്കും, അങ്ങനെ ഒന്നും നീ വിട്ടുകൊടുക്കാൻ പാടില്ല, യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവണം എന്നുള്ളത് പറഞ്ഞത് എനിക്ക് അതിപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതെ, ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളൊന്നുമല്ല, ഇരുത്തി മമ്മൂക്കയുടെ കുറച്ചുകൂടെ ഒരു സീരിയസ് ഗൗരവമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതെ, ലാലേട്ടൻ അങ്ങനെയൊന്നുമല്ല, കളിച്ച് ജോളിയായിട്ട് അങ്ങനെ ഇരുത്തി അഡ്വൈസ് ചെയ്ത് മോളെ നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനൊന്നും ആളല്ല. Just very jovial, very careful, it's very fun guy to work with. Advice ഒന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. ലാലേട്ടന്റെ കൂടെ ചെയ്യുമ്പോൾ വേറൊരു വൈബ് നമുക്ക് വരുന്നുണ്ട്. അത് ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണെങ്കിലും മമ്മൂക്കായി എന്ന് വെച്ചാൽ നമുക്കൊരു സീനിയർ ആണ്, നമുക്കൊരു ബഹുമാനമുണ്ട്, നമുക്കൊരു റെസ്പെക്ട് കൊടുക്കുന്നു, നമുക്കൊരു ഭയം ഉള്ളിലുണ്ടാവും, എപ്പോഴും സംസാരിക്കും. അതാണ് മമ്മൂക്കായുള്ള വ്യത്യാസം. ലാലേട്ടന്റെ അങ്ങനെ നമുക്കില്ലല്ലോ. ലാലേട്ടനോട് ആക്ച്വലി ഓൺ സെറ്റ് ആണ് എനിക്ക് കുറെ കൂടെ പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. മോളെ നീ എങ്ങനെയല്ല, നീ ആ നോട്ടം കുറച്ചുകൂടി ഇങ്ങനെ നോക്കണം, ആ ക്യാമറ ഇങ്ങനെയല്ല വരുന്നേ, അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യണം. ഞാൻ ലാലേട്ടൻ അനുകരിക്കല്ല, മോനെ അതല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ രീതിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇപ്പൊ പറഞ്ഞത്. ആ രീതി എല്ലാവർക്കും ഇഷ്ടമാണ്, ആ രീതി നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ലാലേട്ട സംസാരിക്കുന്നത്. ഇപ്പൊ ഈ വന്നു കഴിഞ്ഞപ്പോ ഒത്തിരി മാറ്റങ്ങൾ സിനിമാ മേഖലയ്ക്ക് ഉണ്ടല്ലോ. ഇപ്പൊ 4 വർഷത്തിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഡിജിറ്റൽ യുഗത്തിൽ തന്നെ അഭിരാമി അഭിനയിക്കുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ കാണുന്നുണ്ട്. ആ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ എന്താണ് അഭിരാമിക്ക് തോന്നുന്നത്? വളരെയധികം എക്സൈറ്റഡ് ആണ് ഞാൻ. ആ ഒരു കഥകളിൽ വന്ന മാറ്റമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ 2018 പോലത്തെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു സ്കെയിലിൽ ഒരു ഗ്രാൻഡ് ക്യാൻവസ്, ഒരു എന്താ പറയാ, ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണേണ്ട പടം എന്നൊക്കെ നമുക്ക് മലയാളം സിനിമയെ കുറിച്ച് അത്രയും അധികം വിശേഷിപ്പിച്ച് ഞാൻ അധികം കേട്ടിട്ടില്ല. ചിലപ്പോൾ നമ്മൾ മാർവൽ, അവഞ്ചേഴ്സ് അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മൾ പറയുള്ളൂ, അല്ലെങ്കിൽ ഒരു RRR അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ആ ഒരു സ്കെയിലിൽ മലയാളം ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. സ്റ്റോറിയുടെ ആ ഒരു സോൾ അത് നമ്മൾ തിരിച്ച് പിടിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി മലയാളത്തിൽ എഴുതുന്ന ക്യാരക്ടേഴ്സ് ആവട്ടെ, ഒരു ഫോർമുല വിട്ട് അത് മാറി കുറെ കൂടെ ഒരു റിയലിസവും കുറെ കൂടെ ജെന്യുവിൻ ആയിട്ടുള്ള സ്റ്റോറീസ് ഇപ്പൊ പറയപ്പെടുന്നു എന്നുള്ളത് എനിക്ക് ഐ എം വെരി എക്സൈറ്റഡ്. ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നൊരു മാറ്റം വരണമെന്ന് അന്ന് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റത്തിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഈ ഒരേ ടൈപ്പ് കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ, ഞാൻ ആ ചെയ്ത കഥാപാത്രം ഈ സിനിമയിലും എനിക്ക് കിട്ടിയിരിക്കുന്നു, പിന്നെ വേറൊരു സിനിമ വരാത്തത് കൊണ്ട് അഭിനയിക്കേണ്ടതായി വന്നിട്ടുണ്ടോ?
വരാത്തത് കൊണ്ടെന്നല്ല, നമ്മളിപ്പോ ഒരു കഥ ഒരു ഫിലിമിൽ ഭാഗമാകുന്നതിൽ പല ബോക്സസ് ഉണ്ട് അതിനകത്ത്. ഒന്നിലെ നമ്മൾ അത് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടർ കൊണ്ടാവാം, ഇല്ലെങ്കിൽ ഈ സിനിമ ഓടും എന്നുള്ള നമ്മളൊരു ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാവാം, ആ സിനിമയുടെ ഭാഗമാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാവാം, ഇല്ലെങ്കിൽ അതിന്റെ ടെക്നീഷ്യൻസിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാവാം, അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാവാം, ഇല്ലെങ്കിൽ നല്ലപോലെ പൈസ കിട്ടുന്നതുകൊണ്ടാവാം. പറയുമ്പോ എല്ലാം പറയണമല്ലോ. അപ്പം അങ്ങനെ ചിലപ്പം റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും അതില്. അതുകൊണ്ടായിരിക്കാം റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറൊരു സിനിമ ഒഴിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ സിനിമ ചെയ്തിട്ടേ എനിക്ക് അങ്ങനെയില്ല, അതില്ല. എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും അതില്. പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ, ഈ തുല്യവേതനം എന്നൊരു സംഭവം ഇപ്പം മലയാള സിനിമയിൽ ഭയങ്കര ചർച്ച നടത്തുന്നുണ്ട്. തുല്യവേതനം, അപ്പം താങ്കൾക്കാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും അങ്ങനെ തുല്യവേതനം വേണമെന്ന് വാദിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ആ തുല്യവേതനത്തോട് എന്താണ് താല്പര്യം? നമ്മൾ ചെയ്യുന്നതും അതേ ജോലിയാണ്, അവർ ചെയ്യുന്നതും അതേ ജോലിയാണ്. അപ്പം തുല്യവേതനത്തെ കുറിച്ച് എന്താണ്? ഐ ഡോണ്ട് തിങ്ക് വാദിക്കുന്ന അവര് പറയുന്നത്, ഇപ്പം എന്നെ ഒരു സുരേഷ് ചേട്ടനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഈക്വൽ പ്ലാറ്റ്ഫോമിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. ഐ തിങ്ക് വാട്ട് ദേ ആർ സേയിങ് ഇസ്, ഒരേപോലെ മെനക്കെട്ട് ഇപ്പൊ ഒരു കഥയിൽ ഒരു ഹീറോ എന്ന ഒരു വേറൊരു തലത്തിൽ ലാർജർ ദാൻ ലൈഫ് ഒരു ഹീറോ ഇല്ലാത്തൊരു സ്റ്റോറിയിൽ കുറെ പറ്റം ആൾക്കാരുടെ സ്റ്റോറി ആണെങ്കിൽ ഇവരുടെ പേര് പറഞ്ഞ് നമുക്ക് ഓഡിയൻസിനെ പുള്ള് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതൊരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രതിഫലം കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലാതെ ആ സിനിമയിൽ ഇങ്ങർക്ക് ഇത്രയും കിട്ടിയില്ലേ, അതുകൊണ്ട് എനിക്ക് അടുത്ത സിനിമയിൽ എനിക്ക് ഇത്രയും വേണം എന്നുള്ളതല്ല. അത്രയും ഒരു സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ആ ഒരു വാദത്തിനെ. ബട്ട് ഐ എം വെരി അവെയർ ഓഫ് പ്രൊഡ്യൂസറിന്റെ ഒരു ഭാഗത്തുനിന്ന് നോക്കുവാണെങ്കിൽ, ഇന്നാരെ കാസ്റ്റ് ചെയ്താൽ എനിക്ക് ഇത്രയും കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവും, ബിസിനസ് നടക്കും എന്നുള്ളത് അവർക്ക് നല്ലൊരു ബോധമുണ്ട്. അതില് അവരുടെ വില ഇടിച്ചു താത്താൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇടിച്ചു താത്താൻ പാടില്ല. അതില് ഒരു ജെൻഡറിന്റെ ആവശ്യം നോക്കാനില്ല. അവരെ കൊണ്ട് ആ സിനിമയ്ക്ക് എത്രത്തോളം ബിസിനസ് കിട്ടുന്നുണ്ടോ അത്രയും എന്താ പറയണേ, ഫെയർ ആയിട്ടുള്ള ഒരു പ്രതിഫലം അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് തുല്യത, നിങ്ങൾക്ക് അത്രയും കിട്ടുന്നുണ്ട് എനിക്ക് ഇത്രയും കിട്ടണം എന്നുള്ളതിലല്ല, പറയുന്ന രീതിയോടുള്ള ഇതുണ്ട്. അതെ അതെ അതെ. പക്ഷെ അവര് പറയുന്നതും അങ്ങനെയാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. അത്രയും ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല ആ ഒരു വോയിസ് വെക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം എന്നെ കൊണ്ട് ഇത്രയും ബിസിനസ് കിട്ടുന്നില്ലേ, പിന്നെ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ആ പ്രതിഫലം എനിക്ക് കിട്ടുന്നില്ല? ഞാനും പ്രയത്നിക്കുന്ന അതേപോലത്തെ പ്രയത്നമാണ് എന്നുള്ളതാണ് അവരുടെ വാദം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമാണ്. ആ ഒരു വാദത്തിന് തെറ്റ് പറയാനും ഇല്ല. ഇല്ല, കൃത്യമായ നമ്മൾ പറയുന്ന രീതിയോടുള്ള ഒരു, നമ്മളിപ്പോ എന്താണ് പറയുന്നത്, ഇപ്പൊ എനിക്കിത് വേണം, ഇപ്പൊ നേരത്തെ പറഞ്ഞ അഭിരാമി പറഞ്ഞ അദ്ദേഹത്തിന് കിട്ടുന്നത് എനിക്കിത് വേണം, പറയുന്ന സ്റ്റൈലാണ് ചിലപ്പോൾ പ്രശ്നമാകുന്നുള്ളൂ. ആയിരിക്കാം, അത് എനിക്കിപ്പോ കമന്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല, അങ്ങനെ അതായിരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തോ ആകാം. അതുപോലെ തന്നെയാണ് മറ്റൊരു സാലറി പ്രശ്നങ്ങൾ. ഇപ്പൊ ഈ പൈസയുടെ കാര്യം പറഞ്ഞതിപ്പോ പ്രശ്നമായില്ലോ, ഞാൻ പിൻവലിച്ചു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം പൊതുവെ ഈ സാലറി വളരെ വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ സുരേഷ് അറിയാലോ, മേനക സുരേഷ് ചേംബറിന്റെ പ്രസിഡന്റ്, അദ്ദേഹം ഒക്കെ പറയുന്നത് വലിയ വാർത്തയാണ്. ഇപ്പൊ വാർത്ത ചർച്ചയാണ്, ഞാൻ എടുത്തൊരു വാർത്തയാണ് അത് ചർച്ച വരുന്നത്. ഈ സാലറി വളരെ വർദ്ധിക്കുന്നു. ചില സിനിമകളിൽ പരാജയപ്പെടുന്ന ഒത്തിരി പ്രൊഡ്യൂസർമാർ. പണ്ടൊക്കെ നസീർ സാറൊക്കെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ അന്ന് തന്നെ വിളിച്ചിട്ട് പറയും, ഞാൻ നിനക്കൊരു ഡേറ്റ് തരാം, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടാവും, അത് നിങ്ങൾ ചെയ്തു, അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും പറയുന്ന ആളുകളൊന്നും ഇല്ലാന്ന് തന്നെ നമുക്ക് തീർത്തും പറയാൻ പറ്റും. ഈ സാലറി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ പറഞ്ഞത്, ഇവിടെ ഭയങ്കര സാലറി മേടിക്കും, ഇവിടെ പ്രൊഡ്യൂസർമാരിൽ പണം കൊടുക്കുന്ന മരമൊന്നുമില്ല എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. ചില സിനിമ വിജയിച്ചാൽ, ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സിനിമ വിജയിച്ചാൽ അടുത്ത സിനിമയ്ക്ക് മുമ്പോൾ ഇരട്ടി സാലറി പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. അത്തരം ഒരു പ്രവണത മലയാള സിനിമ ഇല്ലാതാകുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അത്തരം ഒരു പ്രവണത എങ്ങനെയാണ് കാണുന്നത് അവര്? ഇപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം വേറൊരാള് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു ശരി തോന്നുന്നുണ്ടാവും, അത് അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊരു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ബിസിനസ്. ഇപ്പം ഒരാള് എനിക്ക് ഇത്രയും സാലറി വേണം എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറിനെ വേറെ ആളെ നോക്കി പോകാം, അത് അവരുടെ ഓപ്ഷൻ ആണ്. വേണവും താനും അത് കൊടുക്കാനും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളുടെ പക്ഷം പിടിക്കുവല്ല.
ഇതില് എനിക്കിപ്പോ ഒരു അതിനൊരു വിധി പറയാനായിട്ടുള്ള ഒരു പൊസിഷനിലേ അല്ല ഞാൻ. അത് ഇറ്റ്സ് ഒരു ഫെയർ ആയിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ്. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഒരു സിനിമ ഉള്ളൂ. അതെ, പ്രൊഡ്യൂസേഴ്സ് എല്ലാരും കൂടെ ഞങ്ങൾ സിനിമ എടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വന്തമായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ അഭിനയിക്കേണ്ടി വരും. അത്തരം അഭിനയിക്കുന്നവരും ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി എന്ന് വെക്കണം. പ്രൊഡ്യൂസർക്ക് അവർക്ക് അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന സാലറി കൊടുക്കാൻ ആരും ഇല്ലെങ്കിൽ അവര് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഞാൻ എന്ത് പറയണ പിന്നെ സിനിമകൾ കഴിയുമ്പോ എന്നല്ല, എനിക്ക് ഇപ്പൊ ഇൻഡസ്ട്രി അനുസരിച്ച് അതിന്റെ പേ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ആ സിനിമയിൽ ചെയ്യാനുള്ള ഡേറ്റ്, എത്ര കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, എത്രത്തോളം കഷ്ടപ്പെട്ട് അഭിനയിക്കണം എന്നുള്ളതുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഓരോ സിനിമയിലും അതിൻ്റെതായ റേറ്റ്സ് പറയാറുണ്ട്. അതെ, കുറയ്ക്കാറും. ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ള ഒരു പറ്റം സിനിമകൾ, ഞാൻ ഒന്ന് മേ ബി അറ്റ്ലീസ്റ്റ് 3 or 4 മൂവീസ് ഞാൻ സിനിമ കാശ് വാങ്ങിക്കാതെ അഭിനയിച്ചിട്ടുണ്ട്. കാശ് വാങ്ങിക്കാതെ അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസം ഇത്രയും തന്നാൽ മതി, നിങ്ങൾ എത്ര തന്നാലും എനിക്ക് മതി, എനിക്ക് ആ സിനിമ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് അങ്ങനെ തോന്നിപ്പോയ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ല എന്ന് തോന്നി എനിക്ക് വേണ്ട, നിങ്ങൾ എത്ര തരാൻ പറ്റുമോ അത്ര തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ച സിനിമ. ഞാൻ അങ്ങനെ അഹങ്കാരം പറയല്ല, എന്റെ അറിവില് പല ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്, പല ആൾക്കാരും വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. പൈസയെ വേണ്ട എന്ന് പറയുന്ന ഒരു കലയോടുള്ള സ്നേഹമാണ്. അത് 1-2 സിനിമയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ സിനിമയ്ക്കും പൈസ ഇല്ലാതെ അഭിരാമി വിളിക്കാൻ പൈസ ചോദിക്കില്ല എന്ന് പറഞ്ഞ ആരും എന്റെ പൈസ ഇപ്പൊ മേടിക്കുന്നുണ്ടോ? അത് തെറ്റിദ്ധരിച്ചോ? അഭിരാമി ഇല്ലാന്ന് ഒരിക്കലും പറഞ്ഞില്ല, ജീവിക്കാനുള്ളതാണ്. അതില്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, അതൊക്കെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. ഒരാൾക്കൊരു ഇപ്പൊ അഭിരാമി ഇത് പറയുമ്പോൾ ഒരാൾക്ക് കേൾക്കുമ്പോ ഒരു സന്തോഷമാണല്ലോ, അങ്ങനെ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അത് പക്ഷെ എല്ലാ മേഖലകളിലും ആൾക്കാർ ചെയ്യുന്നല്ലേ. ഇപ്പൊ ഒരു വക്കീലിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ കുറെ അധികം നല്ലപോലെ കാശ് കിട്ടുന്ന കേസസ് വരും. അപ്പൊ പ്രോബോണോ ആയിട്ട് കുറെ ചെയ്യാൻ പറ്റും. അതേപോലെ ഡോക്ടേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കുറേ അധികം കാശ് കിട്ടുന്ന ചില സർജറീസ് ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് അതിന് അർഹിക്കുന്ന ഒരു കേസ് വരുമ്പോഴത്തേക്ക് എനിക്കിതിന് എന്റെ ഫീസ് എനിക്ക് വേണ്ട, ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുന്ന ഡോക്ടേഴ്സും ഉണ്ട്. അത് എല്ലാ മേഖലകളിലും ആൾക്കാർ ചെയ്യുന്നതാണ്. അത് അതിന്റെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. അത് ഈ ഡോക്ടർമാരാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇത് സെലിബ്രിറ്റി വരുമ്പോഴാണ് ഇതൊക്കെ ആളുകൾ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഈ സാലറിയുടെ വിഷയമാണെങ്കിലും. അതും ഇപ്പൊ താങ്കൾ എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാനിങ്ങനെ പബ്ലിസിറ്റി അല്ല, ഞാൻ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അഭിരാമി ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊരു വിഷയം ഉണ്ടായപ്പോൾ അഭിരാമി ലൈവിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞൊരു വാർത്തക്ക് വലിയ പ്രാധാന്യമായി, ഒരു തലക്കെട്ട് കൊടുത്ത ഒരു വാർത്തയുമായിട്ടുള്ളത്, ഒരു ഓൺലൈനിൽ വന്ന വാർത്തയായിട്ടാണ്. അത് അവരെ കൊണ്ട് മാപ്പും പറയിക്കും, ഇല്ലേ? അറിയിച്ചതല്ല, അവർക്ക് മാപ്പ് പറയണം തോന്നിയതുകൊണ്ട് അവര് പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒത്തിരി ഇപ്പം ഈ ഒരു 4 വർഷത്തിന് ശേഷം ഇപ്പൊ വരുമ്പോ തന്നെയല്ലേ സോഷ്യൽ മീഡിയക്ക് ഭയങ്കര പ്രാധാന്യമാണ്. ഇതിന്റെ നമ്മുടെ പൂജ സമയത്ത് എന്തോരം ക്യാമറ ആയിരുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത്തരം സോഷ്യൽ മീഡിയ ഒക്കെ വരുന്ന പോലെ നമ്മൾ കാണുന്നില്ല പണ്ടൊന്നും. അതെ. അപ്പൊ നമ്മൾ എന്ത് പറയുന്നതോ നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതെപ്പോഴും തോന്നേണ്ടതല്ലേ. അത് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് മാത്രമാണോ നമ്മൾ സ്വന്തമായിട്ടൊരു ഫിൽറ്റർ വെക്കേണ്ടത്? നമ്മൾ ഫിൽറ്റർ വെക്കേണ്ടത് എപ്പോഴും നമ്മുടേതായ ഒരു മാന്യത അതല്ലേ. അത് സോഷ്യൽ മീഡിയ കാരണം ഞാൻ എക്സ്ട്രാ ഫിൽറ്റർ ഒന്നും വെച്ചിട്ടില്ല. പറയേണ്ട കാര്യങ്ങൾ പറയണം എന്ന് തോന്നുന്ന ഇടത്ത് പറയേണ്ട രീതിയിൽ പറയും. അത് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പറഞ്ഞത് ആർക്കും വേദനിച്ചിട്ട് വിളിച്ചിട്ടുണ്ടോ അഭിരാമി പറഞ്ഞത് ഒരു കാര്യം അവരെ വേദനിപ്പിച്ചു? അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഒരു പൊതുമേഖലയിൽ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ മേ ബി ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞതോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരത്ത് പറഞ്ഞത് എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഉടനെ എന്താന്ന് വെച്ചാൽ അതിന്റെ മാപ്പ് പറയണമെങ്കിൽ ഇഫ് ഐ എം റോങ് ഐ ഹാവ് അപ്പോളജൈസ്ഡ്. അതിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ജയറാമിന്റെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോ പിന്നീട് അഭിരാമി അതിൽ പറയുന്നു കേട്ടു, ഇത്ര രാഷ്ട്രീയം പറയുന്ന സിനിമകൾ വേണ്ടായിരുന്നു, ഇത് വലിയ ചർച്ചയ്ക്ക് പോയിരുന്നു എന്ന് അഭിരാമി ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ മാറ്റി ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? കാലം മാറുന്നതോടുകൂടി നമ്മുടെ കാഴ്ചപ്പാട് മാറില്ലേ? അന്നത്തെ കാലമാണോ ഇന്ന്? സിനിമയാണ്, അത് അവിടെ നിൽക്കും എന്നും അല്ല. പക്ഷെ അന്നത്തെ സിനിമ കാണിച്ചത് അന്നത്തെ കാലഘട്ടത്തില് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ചിന്താഗതിയാണ് അന്നത്തെ സിനിമകൾ കാണിച്ചിരുന്നത്. അത് ആ ഒരു സിനിമ മാത്രമല്ല, അന്നത്തെ കാലത്ത് വന്ന പല സിനിമകളിലും അങ്ങനത്തെ ഒരു ധ്വനി ഉണ്ടായിരുന്നു.
പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ചിന്താഗതി മാറി, കുറെ കൂടെ നമ്മൾ അവെയറായി, കുറെ കൂടെ നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ചർച്ച ചെയ്യുമ്പോഴല്ലേ നമുക്ക് നമ്മൾ പണ്ട് ചെയ്ത ഒരു കാര്യം തെറ്റാണെന്ന് നമുക്ക് ഇപ്പൊ ബോധം വരുമ്പോഴത്തേക്കും അല്ലല്ല ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് പറയുന്നതാണോ ശരി, അല്ല അത് ചെയ്തത് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറയുന്നതാണോ ശരി? അത് നമ്മൾ ആർജവത്തോട് വിളിച്ചു പറയുന്നത് തന്നെയാണ് ശരി. അതെ, അത് തന്നെയായിരുന്നു സംഭവിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അതിൽ കുറിച്ച് അതോടുകൂടി സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടാകാറുണ്ട് ഇല്ലേ? ഉണ്ടാകും. അങ്ങനെ എന്ത് പറഞ്ഞാലും സൈബർ അറ്റാക്ക് ഉണ്ടാകുന്ന കാലമാണിത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്റെ ശരികൾ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പിന്നീട് അത് തെറ്റാന്ന് തോന്നിയിട്ടില്ലോ അല്ലെ? അങ്ങനെ പറഞ്ഞതോ? ഇല്ല, ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ഒരു വ്യക്തിയോടുള്ള ഒരു കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇന്ന വ്യക്തി ഇത് ചെയ്ത് തെറ്റ് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞേ. അന്നത്തെ കാലഘട്ടത്തിലുള്ള ചിന്താഗതി ഇന്ന് ഇല്ലാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ പല സിനിമ ബോഡി ഷെയിം വരുന്ന സിനിമകളുണ്ട്, ഡയലോഗുകളൊക്കെ ഭയങ്കര പ്രശ്നമാവുന്നുണ്ട് ആ സിനിമകൾ. അത്തരം സിനിമകളെ കുറിച്ച് എന്താണ് അഭിരാമിയുടെ അഭിപ്രായം? എന്തായിരിക്കും അഭിപ്രായം? പറയുന്ന ആളാണ്. എന്തായിരിക്കും അഭിപ്രായം? നമുക്കൊരു തൃപ്തിയാവുമല്ലോ. എന്നെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ വരണം കമന്റ്. അല്ല, ഇതൊരു സീരിയസ് മാത്രമാണ്. അതെ, സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്, സിനിമയ്ക്ക് വേണ്ടിയാണ് നമുക്ക് പറയാം. നമ്മളൊരു കഥാപാത്രമാണ് സിനിമയ്ക്ക്. നമുക്ക് നമ്മുടെ ഡ്രസ്സിംഗ് രീതി വരെ കഥാപാത്രത്തിന് ഇണങ്ങുന്ന ഡ്രസ്സിംഗ് രീതി അവർ പറയാണ്, അതിടാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അല്ല 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 നമ്മുടെ കംഫർട്ട് ലെവലിന് കവിഞ്ഞുള്ള ഒരു ബാധ്യതയൊന്നും ആർക്കും ഇല്ല. അത് പ്രശ്നമാകുന്ന എവിടെയാന്ന് വെച്ചാൽ അതിന്റെ ഒരു ചോയ്സ് ഇല്ലാതെ പോകുന്ന സമയത്താണ് പ്രശ്നമാകുന്നത്. ഇതില്ലാതെ നമുക്ക് വേറെ ഗതിയില്ല, ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കൂട്ടിലടക്കപ്പെട്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. ഓരോരുത്തർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ളിൽ അത് കഴിഞ്ഞ് അതിന്റെ പുറത്തോട്ട് പ്രവർത്തിച്ചാലേ ഇവിടെ ഒരു ഗതിപ്പെടുള്ളൂ എന്നുള്ളൊരു സന്ദർഭം, ഒരു സാഹചര്യം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ ബോഡി ഷെയിം, ഡബിൾ മീനിങ് ഉള്ള സിനിമകൾ വരുമ്പോൾ അഭിരാമി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അത്തരം സിനിമകൾ കാണുമ്പോൾ ഇത് വേണ്ടായിരുന്നു, ഇത് അവരെന്തിനു ചെയ്തു എന്ന് തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ചിന്തിച്ചിട്ടുണ്ട്. ആരും ഇച്ചിരി കോമൺ സെൻസ് ഉള്ള എല്ലാരും ചിന്തിച്ചു പോകും. അപ്പൊ അതേ കുറിച്ച് എന്താണ് റീതിങ്ക് ചെയ്തിരിക്കുന്നത്? ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാൻ? അവരെഴുതി അത് സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്ത് സിനിമയായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞു. ഇനി ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഡയലോഗ് തരുന്നതിൽ എനിക്ക് എന്തെങ്കിലും അതിനോട് വിയോജിപ്പുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സെന്റിമെന്റ് ഹേർട്ട് ചെയ്യുന്ന എനിക്ക് അപ്പോൾ എന്റെ ചുരുങ്ങിയ അറിവിൽ എനിക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ പറയും. എനിക്കിപ്പോ അതിന്റെ ഒരു കുറെ വർഷമായിട്ട് ഇതിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിന്റെ റെസ്പെക്ട് എനിക്ക് തരുന്നുമുണ്ട്. അത് പറയാനുള്ള ഒരു ചങ്കൂറ്റം എനിക്കും ഉണ്ട്. അത് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള വേറെ പല സിനിമകളിലും ഞാൻ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇല്ല അതിപ്പോ ഇങ്ങനെ ചെയ്തേ പറ്റൂ, ഈ ഒരു സംഭവം സ്ക്രിപ്റ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കഥ മുഴുവൻ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ശരി നമ്മൾ കുറച്ച് ചെയ്യേണ്ടി വരും. പിന്നെ അത് നമ്മളിപ്പോ കാണിക്കുന്ന സാധനം ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുവാണോ അല്ലെങ്കിൽ ഞാനൊരു വില്ലത്തി ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ, അതിൽ ഞാൻ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ എല്ലാം ശരിയാവണമെന്നില്ല. ഒരു ലെൻസ് കൂടി നോക്കുവാണെങ്കിൽ അത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കും. പക്ഷെ ആ ഒരു വില്ലത്തി ആയിട്ട് കാണുവാണെങ്കിൽ നോ പ്രോബ്ലം. ബിക്കോസ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ തരം ആൾക്കാരും ഉണ്ട്. ആ ഒരു വില്ലത്തിയുടെ സ്വഭാവം കാണിച്ച് ക്ലാപ്സ് വാങ്ങിക്കാൻ വേണ്ടി സീൻ എഴുതുവാണെങ്കിൽ അതിലാണ് പ്രശ്നം. അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അത് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിലും പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷ സിനിമയിലും പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിലും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ഈ കഴിഞ്ഞ കാലങ്ങളിൽ അഭിനയിച്ച ചുരുങ്ങിയ സിനിമകൾ അഭിനയിച്ചുള്ളൂ. അപ്പൊ സിനിമ ഏതാന്ന് നീ പ്രേക്ഷകർ കണ്ടെത്തിക്കണം. അത്രല്ലേ ഉള്ളൂ. 7 സിനിമയല്ലേ അഭിനയിച്ചിട്ടുള്ളൂ, കണ്ടെത്താൻ പറ്റും. നമ്മളായിട്ട് പേര് പറയുന്നില്ല എന്നുള്ളൂ. എന്തിനാ അവര് കണ്ടെത്തിക്കോളും, ഞാനും അത് കണ്ടെത്തിക്കോളാം. ഇനി അടുത്ത ഇന്റർവ്യൂ ചെയ്യാൻ ഈ സിനിമയിൽ ഈ സീൻ എന്തിനു ചെയ്തു എന്നായിരിക്കും ആദ്യത്തെ. ഇത് പറഞ്ഞു വന്ന ഇത് ഇപ്പൊ നമ്മള് ചിലപ്പം ചാനലുകളിൽ അന്തിച്ചർച്ചയ്ക്ക് വരെ ഈ സിനിമകൾ വരുന്നുണ്ട്. അതെ, ചില സിനിമകൾ അന്തിച്ചർച്ചയ്ക്ക് വരെ എടുക്കേണ്ട നിലയിലേക്ക് പോകുന്നു. അത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. അഭിരാമി കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം. ഞാൻ പഴയ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോൾ അഭിരാമി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ബോഡി ഷെയിമിനെ കുറിച്ച് കൃത്യമായിട്ട് ജാതിയുടെ വർണ്ണത്തിന്റെയോ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല എന്ന് ഉറക്കെ പറഞ്ഞ ഒരാളാണ്. അത്തരം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അനുഭവം ഉണ്ടായി. പിന്നെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തി. പിന്നെ
ഇപ്പൊ മേ ബി ഇന്ത്യൻ സ്പെക്ട്രം കളർ സ്പെക്ട്രം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഫെയർ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നാം. പക്ഷെ ഞാൻ 17 വർഷക്കാലം ഞാൻ അമേരിക്കയിലാണ് ജീവിച്ചത്. അവിടെ നോക്കുമ്പോഴത്തേക്കും ഐ എം എ ഡാർക്ക് സ്കിൻ പേഴ്സൺ. അതിന്റെ ബേസിസിൽ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് കൂടുതലും അനുഭവങ്ങൾ ഉണ്ടായത്. ഇവിടെ കളർ ബേസിസിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ബട്ട് അല്ലാത്ത രീതിയിലും കുറെ വേണ്ടാത്ത രീതിയിലുള്ള സെഗ്രിഗേറ്ററി ടെൻഡൻസീസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അനുഭവിച്ചിട്ടുണ്ട്. ഈ അവിടെ വെച്ചുള്ള അനുഭവം വളരെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടല്ലോ? അങ്ങനൊന്നുമില്ല, ഇല്ല. അത്രയ്ക്കൊന്നും പോരാടിയോ അതിനെതിരെ? എനിക്ക് അങ്ങനെ എന്താ പറയുന്നേ, പോരാടാൻ മാത്രമുള്ളൊരു അവസരം അല്ലായിരുന്നു. ഇറ്റ് വാസ് എ വെരി വൺ സോർട്ട് ഓഫ് ഒരു ഇന്ററാക്ഷനിലാണ് നടന്നത്. ഒരു സമൂഹത്തിന്റെ തലത്തിലല്ല നടന്നത്. ഇറ്റ് വാസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ആ വ്യക്തിയുടെ ഇന്ന് ഞാൻ പിന്നെ മാറി നിന്നു. ഐ ഡിഡ്ന്റ് ഇന്ററാക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ ബിക്കോസ് അവരുടെ ഉള്ളിലുള്ള മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ അവരുടെ നിന്ന് മാറി. അവരുടെ ടൈസ് ഞാൻ കട്ട് ചെയ്തു. ഇവിടെ സിനിമയിലും അത്തരം അനുഭവം ഉണ്ടാകുന്ന വെച്ചാൽ അത് ഏതിന്റെ പേരിലാണ് അനുഭവിക്കേണ്ടി വന്നത്? നമ്മള് ജാതിയുടെയോ വർണ്ണത്തിന്റെയോ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു. അപ്പം അവിടെ ഉണ്ടായത് അമേരിക്കൻ ഉണ്ടായ നിറത്തിന്റെ പേരിലാണ്. ഇവിടെയും അത്തരം അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് നിറത്തിന്റെ പേരിലല്ല എന്നാണ് പറയുന്നത്. എനിക്ക് ജാതിയുടെ അങ്ങനെ പേരില എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലല്ല ആക്ച്വലി എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പേഴ്സണൽ ലൈഫിലാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് സിനിമ ജസ്റ്റ് ഒരു ഭാഗമാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ എനിക്ക് വളരെയധികം സൊസൈറ്റിയിൽ ഇടപഴകുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതെ അതെ. ഇപ്പോഴും ആ രീതി ഇവിടെ തുടരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അഭിരാമി സമ്മതിക്കുമോ? എവിടെ തുടരുന്നുണ്ട്? ഈ മേഖലയിൽ, സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോഴും നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ മറ്റ് ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നു ഞാൻ പറഞ്ഞാൽ അത് അഭിരാമി ഖണ്ഡിക്കുകയോ അതോ? അറിയില്ല. ഉണ്ടെങ്കിൽ അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ടാലന്റിന്റെ ബേസിസിലാണ് നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത്. അതിൽ വേറെ പാരാമീറ്റേഴ്സ് വരുവാണെങ്കിൽ അത് വെരി അൺഫോർച്ചുനേറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പോരാടുന്ന ഒരു സ്ത്രീയാണ് അല്ലെ, സമൂഹത്തിന് വേണ്ടി നല്ലതിന് വേണ്ടി പോരാടാൻ ചങ്കൂറ്റമുള്ള ഒരു അഭിരാമി എനിക്കറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത്. അഭിരാമിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് നിങ്ങൾക്ക് തോന്നി? ഇല്ല ഇല്ല. എന്തുകൊണ്ടാണ് തോന്നുന്നത്? അതിനുള്ള സമയം ഇല്ല എനിക്ക്. അതിനുള്ള ഒരു സമയമായിട്ടില്ല എന്നാണോ? സമയമില്ല എനിക്കതിന്റെ സമയമില്ല. എനിക്ക് അതിനോടുള്ള ഒരു ഇൻക്ലിനേഷൻ ഇല്ല, അത്രേ ഉള്ളൂ. അതിനുള്ള താല്പര്യമില്ല. തെലുങ്കിലാണെങ്കിലും തമിഴ്നാട്ടിലാണ് അഭിനയിക്കുമ്പോൾ അഭിരാമിയുടെ ഒരു പ്രവൃത്തി രീതിയെ കാണുമ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്. ആരാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ ഞാൻ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. തമിഴ്നാട്ടിലാണോ സമീപിച്ചത്, തെലുങ്കിലാണോ സമീപിച്ചത്? ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പമായി പോകും. ഞാൻ പറയുന്നില്ല. എന്റെ ചോദ്യം കറക്റ്റ് അതിലേക്ക് എത്തി എന്നുള്ളതാണ് അല്ലെ? അതെങ്ങനെ കണ്ടെത്തി? ഞാൻ കണ്ടെത്തിയതല്ല, കറക്റ്റ് എത്തിയല്ലോ അല്ലേ? എത്തി. അപ്പം അത് വേണ്ട എന്ന് തീരുമാനിക്കുകയതല്ലേ? ഇനിയും അത് വേണ്ട എന്ന് ഉറപ്പിക്കുകയാണോ? ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുമോ? അതെ, ഉറപ്പിച്ച് പറയാം അല്ലേ? പക്ഷെ ഒരു രാഷ്ട്രീയക്കാരി തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ അത് വിടന്നേ, അത് വേറെ കാര്യം സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അഭിരാമിക്ക് അതിനൊരു ടാലന്റ് ഉണ്ട് എന്ന് എനിക്ക് ശരിക്കും ബോധ്യമുള്ള ഒരു വ്യക്തി. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല മാഷേ. എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അത് മാത്രം മതി. എനിക്ക് വേറെ രാഷ്ട്രീയം ഒന്നും വേണ്ട. എന്നാലും സമീപിച്ചിരുന്നു. അടുത്ത ടൈറ്റിൽ കിട്ടിയല്ലേ? അതാര് ചോദ്യചിഹ്നം കൊടുക്കാം. അതെ, സമീപിച്ചു. അത് എന്റെ ഒരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ സുരേഷ് ചേട്ടന്റെ കൂടെ ഈ സിനിമയിലേക്ക് എത്തിയല്ലോ. സുരേഷ് ചേട്ടനാണെന്ന് അറിയുന്നത് അല്ലെ? നായകൻ സുരേഷ് ചേട്ടനാണ്. സുരേഷ് ചേട്ടൻ്റെ കൂടെ വരുവാണ്. വളരെ സന്തോഷമായിരിക്കും ഉണ്ടായത്. സുരേഷ് ചേട്ടനെ വിളിച്ചിരുന്നു? ഇല്ല, സുരേഷ് ചേട്ടന്റെ പുതിയ നമ്പർ എന്റെ ഇല്ല. ആൾ ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ നമ്പർ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അരിന്റെ അടുത്ത് പറഞ്ഞു, സുരേഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ അന്വേഷിച്ചായിട്ട് പറയണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ 2-3 ഡേയ്സ് കൂടുമ്പോഴത്തേക്ക് ഞാൻ കാണുമെന്നുള്ള എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സെറ്റിൽ വെച്ച് കാണാമെന്നുള്ളത്. വന്നു കഴിഞ്ഞൊരു കാഴ്ച ഉണ്ടല്ലോ, അതിപ്പോ നമ്മൾ ഒന്ന് അഭിനയിക്കുന്ന മുമ്പ് സുരേഷ് ചേട്ടനെ കാണുന്ന ആ പഴയ സുരേഷ് ചേട്ടനെ കാണുമല്ലോ. എന്തായിരുന്നു ആ ഒരു മനസ്സിലുണ്ടായ ഒരു ഫീല്? അങ്ങനെ വലിയ ഫീലിംഗ് ഒന്നും എനിക്ക് എന്താ പറയണേ. ഇതിപ്പോ നിങ്ങള് ഒരു സ്ക്രിപ്റ്റിലൊക്കെ എഴുതുമ്പോഴത്തേക്കും ബട്ടർഫ്ലൈസ് ഇവിടെ, അവിടെ ഒരു വയലിൻ സോളോ ഇവിടെ, അങ്ങനെയൊന്നും ഇല്ല മാഷെ. ഹീസ് എ വെരി നൈസ് പേഴ്സൺ. ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാം. എൻ്റെ
16-ാമത്തെ എങ്ങാണ്ടോ വയസ്സിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. സോ എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഹീസ് ഓൾവേസ് ബിൻ ലൈക്ക് ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു സഹോദരൻ. ആ ഒരു രീതിയിലാണ് എപ്പോഴും എൻ്റെ അടുത്ത് ഇടപഴകിയിട്ടുള്ളത്. സോ ഐ വാസ് വെരി ഹാപ്പി. രാഷ്ട്രീയത്തിലാണല്ലോ സുരേഷ് സജീവമായിട്ട് രാഷ്ട്രീയമാണ്, അതൊക്കെ വാർത്തകളൊക്കെ അറിയുന്നുണ്ടല്ലോ. സുരേഷ് എന്ത് പറഞ്ഞാലും വാർത്തയാണ്. സുരേഷ് ഒരു ഫേസ്ബുക്കിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ അതിനെതിരെ ഇടുന്ന കമന്റുകൾ വളരെ. ഇന്ന് എന്നോട് പറഞ്ഞു, നീ എന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ നീ കുറച്ച് താമസിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കൊരു സമ്മതം തന്നാണ്. അപ്പൊ സമയം പോയാണ്. സുരേഷൻ ഞാനായിട്ട് നല്ല ഒരു ബന്ധത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത് കുറെ കാര്യങ്ങൾക്ക് സംസാരിച്ചു എന്ന് പറയാൻ. ഈ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്ന ബൈറ്റുകൾ കാണാണ്ട് സുരേഷിന്റെ ബൈറ്റുകൾ, അതൊക്കെ കാണുമ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല, അവരവരുടെ ഒപ്പീനിയൻസ് അവരവർക്ക്, എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ എനിക്ക് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. സുരേഷ് ചേട്ടന് ശരിയെന്ന് തോന്നുന്നത് സുരേഷ് ചേട്ടൻ ചെയ്യും, പറയും. That is none of my business. ആ യാത്രയിൽ സുരേഷ് ചേട്ടൻ യാത്ര ചെയ്തോട്ടെ, അത് പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് സുരേഷ് ചേട്ടൻ നമ്മുടെ ഒരു നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അതിലാണ് നമ്മൾ സുരേഷ് ചേട്ടൻ ഉൾക്കൊണ്ടത്. അത് ആരാണേലും അവരവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആവട്ടെ, റിലീജിയസ് ഐഡിയോളജി ആവട്ടെ, അതൊക്കെ അവരവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ജഡ്ജ്മെന്റ് പാസ്സാക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാ, അതൊന്നും ദാറ്റ് ഈസ് നോട്ട് എനി ഓഫ് മൈ ബിസിനസ്. അത് ഞാൻ അങ്ങനെ ഇടപാട്. മലയാളത്തിന്റെ ഇരട്ടി ശമ്പളമായിരിക്കും തമിഴ്നാട്ടിൽ കിട്ടുക. പിന്നെ ശമ്പളത്തിലോട്ട് എത്തിയ അതിന്റെ കൂടുതലാണ് തെലുങ്ക് കിട്ടുക. പക്ഷെ അവിടെ കൊടുക്കുന്ന ഡേറ്റുകൾ വളരെ കൂടുതലാണ്. തെലുങ്കിലൊക്കെ ഒരു സിനിമ കഴിഞ്ഞെങ്കിൽ നാളുകൾ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഒത്തിരി ഡേറ്റുകൾ വേണ്ടിവരും. ശമ്പളത്തിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും അന്യഭാഷയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് അന്യഭാഷയിൽ അഭിനയിക്കാനാണ് താല്പര്യം. ശമ്പളം ബേസിൽ അഭിനയിക്കാൻ താല്പര്യമാണ് അല്ലെ. ഇരട്ടി ശമ്പളം കിട്ടുന്നു എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. പിന്നെ അവിടെ കിട്ടുന്ന റെസ്പെക്ട് വേറെയാണെന്ന് പറയുന്നു അല്ലെ. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് വേറെയാണ്, തെലുങ്കിൽ പോയ റെസ്പെക്ട് വേറെയാണ്. ഈ തമിഴ്നാട്ടിൽ ശമ്പളത്തിലാണോ വാല്യൂ ഉള്ളത്, തെലുങ്കിലെ ശമ്പളത്തിനാണ് വാല്യൂ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ റെസ്പെക്ട് ഉണ്ടല്ലോ, ഈ രണ്ട് ഇൻഡസ്ട്രിയിലും മലയാളി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന റെസ്പെക്ട് വേറെയാണ്, ഇരട്ടിയാണ്. യെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇരട്ടി ആണ് തരുന്നത് അല്ലെ. മലയാളത്തിൽ നിന്ന് വരുവാണെങ്കിൽ ഇവർക്ക് കാര്യം അറിയാം എന്നുള്ളതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു അസംഷൻ ഉണ്ട്. നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയുടെ മഹത്വം അതാണ്. നമുക്ക് മലയാളി ഇൻഡസ്ട്രി, ഐ എം എ മലയാളി ഇൻഡസ്ട്രി, മലയാളി ആക്ട്രസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അതിന്റെ വില ഒരു തനി വിലയാണ്. അത് വലിയൊരു ഭാഗ്യമാണല്ലേ. നമ്മൾ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്നിട്ട് ചെന്നൈയിലെത്തി കർണാടകയിലൊക്കെ എത്തി അഭിനയിക്കുമ്പോൾ നമ്മൾ മലയാളി എന്നുള്ള റെസ്പെക്ട് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ആർട്ടിസ്റ്റിനപ്പുറം ഒരേ മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. തീർച്ചയായിട്ടും അതെ. നമ്മൾ തിരിച്ചും കൊടുക്കുന്നുണ്ട് അവിടെ. പിന്നെ ഓഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന സിനിമയാണ്, തെലുങ്കിലെ സിനിമയാണ് അവിടുന്ന് എല്ലാവരും ഒരുമിച്ച് കേരളത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് ആർട്ടിസ്റ്റുകൾ മൊത്തം വരുന്നു. എന്നാലും മലയാളത്തിൽ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് അവിടെ റിലീസ് ഉണ്ടെങ്കിൽ പോലും അത്ര ആർട്ടിസ്റ്റുകൾ ഇവിടെ നിന്ന് പോകുന്നില്ല. അതെ, ആ ഒരു ക്രോസ് ഓവർ അങ്ങോട്ട് നടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു അല്ലു അർജുന്റെ സിനിമ ഇറങ്ങുവാണെങ്കിൽ അല്ലു അർജുന് കേരളയിലുള്ള ഫാൻ ബേസ് തെലുങ്കിനെ കടത്തി വെട്ടുന്ന ലെവലിലുള്ള ഫാൻ ബേസ് ആണ്. അതെ, അത്തരം ഒരു ഇത് കാണുന്നുണ്ട്. ഈ പറഞ്ഞ ഞാൻ ശമ്പളത്തിന്റെ കാര്യം ഒന്നും കൂടി ചോദിച്ചു. അവിടെയാണ് ശമ്പളം കൂടുതൽ കിട്ടുന്നത്, തെലുങ്കിലാണോ തമിഴിലാണോ? തെലുങ്കിലാണ് കൂടുതൽ കിട്ടുന്നത്. തെലുങ്ക് തമിഴ് എല്ലാം നല്ലപോലെ ശമ്പളം തരുന്ന ഇൻഡസ്ട്രീസ് തന്നെയാണ്. അവിടെ ഈ ശമ്പളത്തിന്റെ കാര്യം പ്രശ്നങ്ങളൊന്നും ആളുകൾ ഉണ്ടാക്കാറില്ല. അവിടെ കൂടുതൽ ശമ്പളം മേടിക്കാൻ ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും അതെനിക്കറിയില്ല. അവിടെയാണ് മെമ്പർഷിപ്പ്, ഇവിടെ അമ്മയിലാണ് മെമ്പർഷിപ്പ്? ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, തമിഴിലും മെമ്പർഷിപ്പ്. ഇവിടെ വാർഷിക യോഗത്തിനൊക്കെ വരാറുണ്ടോ? US-ലായിരുന്നപ്പോ വരാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം നാട്ടിലുള്ളത് കൊണ്ട് ഈ തവണ കൂടാൻ പറ്റും. അടുത്ത മാസം 25-ാം തീയതി. അതെ, ഞാൻ മാക്സിമം ഞാൻ ഇവിടെ ട്രൈ. കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊന്നും വന്നില്ല? ഇല്ല, ഞാൻ എത്ര നാളെ അമ്മയില് വന്നിട്ട്? കുറെ അധികം കാലമായി. ഈ തവണ എന്തായാലും ഇവിടെയാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അടുത്ത മാസം 25-ാം തീയതിയാണ് ജൂലൈ വരെ സിനിമ പോകുന്നത് അറിഞ്ഞു. അപ്പൊ എന്തായാലും ഇവിടെ കൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി പേരെ കാണാൻ കഴിയുമല്ലോ. പഴയ ആളുകളൊക്കെ കാണാൻ കഴിയുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പഴയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് പുതുക്കുന്നത്? ഫോൺ വിളിക്കാറുണ്ടോ? അങ്ങനെ ബന്ധങ്ങൾ പുതുക്കാറുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലായിരുന്നു. അത് കാരണം ഒരുപാട് പേരെ മിസ്സായിപ്പോയി. ഇപ്പം കുറേ അധികം ആൾക്കാർ കഴിഞ്ഞ ഒരു 3-4 വർഷം നോക്കുവാണെങ്കിൽ ഞാൻ ഒരുമിച്ച് അഭിനയിച്ച സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒരുപാട് പേര് പോയി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവരുമായിട്ട് ഇൻ ടച്ചിൽ ഇരിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രവണത ഈ ഇൻഡസ്ട്രിക്ക് ഇല്ല എന്ന് വേണേൽ പറയാം. എനിക്ക് അങ്ങനത്തെ ഒരു സൗഹൃദങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ സ്വയം ഉണ്ടാക്കാതിരുന്ന അത് ഇല്ലാതെയായി പോയതാണോ? അതാണ് ഐ തിങ്ക്. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു ടൈമിൽ അതൊന്നും ഇല്ല, സോഷ്യൽ മീഡിയ എല്ലാം മൊബൈൽ എല്ലാം. അപ്പൊ അങ്ങനത്തെ ഒരു
ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ കിട്ടിയില്ല എന്ന് പറയാം. പക്ഷെ ഇപ്പം ആക്ച്വലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ പിയേഴ്സ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ദിവ്യാവുണ്ണിയായിട്ട് ഞാൻ സ്റ്റിൽ ഫ്രണ്ട്സ് വിത്ത് ഹർ. ഞാൻ സംസാരിക്കാറുണ്ട്, ഗൗരി ആയിട്ട് സംസാരിക്കാറുണ്ട്. ഇവരൊക്കെ ആയിരുന്നു എൻ്റെ പിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഐ ഗുഡ് ഫ്രണ്ട്സ് വിത്ത് പത്മപ്രിയ, റിമ, പാർവതി. കുറേ അധികം ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ, അത് എന്നും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നും ഫോൺ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അവരുടെ ഒരു വേവ് ലെങ്ത് എനിക്ക് സിങ്ക് ആവുന്നതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു തിങ്ക് ഓഫ് ദം ആസ് എ ഫ്രണ്ട്. ആ രീതിക്കാണ്. ഈ WCC എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെ WCCയുടെ ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അതിന്റെ വലിയ പ്രവർത്തനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. WCC സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമൂർത്തി ഒരു സംഘടന വന്നു. അമ്മയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ WCC സംഘടനയെ കുറിച്ച് എന്തായിരുന്നു കാഴ്ചപ്പാടെന്ന് അവർ രൂപീകരിച്ചപ്പോൾ? അഭിരാമി അതിനകത്തുണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ അതിന്റെ ഭാഗമല്ല. ബട്ട് അവർ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ന്യായമായ കാര്യങ്ങളാണ്. സേഫ്റ്റി ഇൻ വർക്ക് പ്ലേസ്. ഒരു സ്ത്രീ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് മിനിമം ബാത്റൂമിൽ പോകാനെങ്കിലും ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക. അതെ, അത് അങ്ങനെ ചെയ്യുന്നത് എല്ലാ ഇപ്പൊ കേരളത്തിലാണോ യൂണിയന് പഞ്ഞം? കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാകുകയും അതിനു വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരു പറ്റം ആൾക്കാർ കൂടുന്നതും അത് വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ വെച്ച് നോക്കുവാണെങ്കിൽ അത് ഇത്രയും താമസിച്ചത് എന്തുകൊണ്ട് പറ്റിയെന്നാണ് എനിക്ക് അതിശയം. I wish they get more power. അത് കറക്റ്റായ കാര്യങ്ങൾക്ക് വേണ്ടി വോയിസ് ഉയർത്തുകയും അത് നേടിയെടുക്കാനും സാധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ. പിന്നെ എന്തുകൊണ്ട് WCC അംഗമാകണമെന്ന് തോന്നാതിരുന്നത്? ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് WCC. അതെ, അംഗമാകുകയാണ്. I believe in their ideology, so why not? അപ്പൊ അമ്മയിലും രണ്ടും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഒരു കൂറ് അങ്ങനെ ഒന്നും ഇല്ല. ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരിടത്തുനിന്ന് റിസൈൻ ചെയ്തിട്ടേ മറ്റൊരിടത്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കറിയില്ല. രേവതിയൊക്കെ അവിടെ ആയിരുന്നപ്പോൾ അമ്മയിലെ മെമ്പർ ആയിരുന്നു. പത്മപ്രിയ അമ്മയിലെ മെമ്പർ ആയിരുന്നു. പിന്നീടാണ് പത്മപ്രിയ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ല. ഞാൻ ആ ഇഷ്യൂ ഒക്കെ ഒത്തിരി കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ്. രേവതിയും പത്മപ്രിയ ഒക്കെ ആ മീറ്റിംഗിൽ വരികയും അമ്മയുടെ മെമ്പർ ആയിരുന്നു അവര്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും WCC ഉള്ളപ്പോഴും അവർ അമ്മയിലെ മെമ്പർ ആയിരുന്നു. അപ്പൊ WCCയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോഴും കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട്. അപ്പൊ ഇനി WCCയുടെ മെമ്പർ ആകുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ അറിവാ. അടുത്ത ടൈറ്റിൽ കിട്ടി. എന്തോരം ടൈറ്റിൽസ് ആ മാഷേ. ഇങ്ങനെ അല്ല, നമ്മൾ ഇരിക്കുമ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരാളോട് സംസാരിക്കാൻ തോന്നുമ്പോഴേ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ബോറായി ചിലപ്പോൾ ഒഴിവായി പോകാം. ആ ചോദ്യം വേണ്ട എന്ന് പറയാം. നമ്മൾ ഒന്നും ചോദിക്കുന്നത് വേണ്ട എന്ന് പറയുന്നില്ല. അത് കുഴപ്പമില്ലാതെ നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്നതുകൊണ്ടാണല്ലോ പറയാൻ പറ്റുന്നത്. ഞാൻ WCCയിലേക്ക് വന്ന് പത്മപ്രിയ എല്ലാം കമ്പനിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് WCC. അപ്പൊ നമുക്ക് നമ്മൾ പറയുന്ന മറുപടി എന്നാണ് എനിക്ക് ചോദ്യം ഉണ്ടാക്കാൻ കഴിയുന്നത്. ചോദ്യം തയ്യാറാക്കി വന്നത് അടി കൊടുത്ത് അടി വാങ്ങിക്കുന്നു പറയൂ. അല്ല, ഈ WCCയുടെ കാര്യം പറഞ്ഞപ്പോഴും ഈ പറഞ്ഞത് ഒരു പോരാടി തന്നെ മേടിച്ചാണ്. ഒരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞവരാണ്. ഡിസിപ്ലിൻ കമ്മിറ്റി വേണം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഹൈക്കോടതി ഇടപെടുന്നു. ഓരോ സെറ്റിലും കമ്മിറ്റി വേണമെന്ന് പറയുന്നു. എന്നാൽ എല്ലാ കമ്മിറ്റി ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പോലും ഇപ്പം സംശയമുള്ള കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പടയൊരുക്കങ്ങൾ നടത്തിയ WCC ആണ്. ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ആ പുറത്ത് വരണമെന്നാണോ അഭിരാമിക്ക്? അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല. വേണ്ട എന്ന് പറയുന്ന ഫസ്റ്റ് ചോദ്യം ഇതായിരിക്കും. വേണ്ട, അത് വരുമോ തീരുമാനം എത്തട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. വരുമോ വരാതിരിക്കോ ചെയ്യട്ടെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ ആ ക്വസ്റ്റ്യന് ഉത്തരം തരാൻ താല്പര്യമില്ല. അത് പിന്നീടാകാം അല്ലെ? പിന്നീടാകാം. അത് ഞാൻ വിട്ടു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പറഞ്ഞാൽ വേണ്ടാന്നുണ്ട്. ഇനിയിപ്പോ ഞാനത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഇനി അത് എല്ലാം അങ്ങനെ പറയുന്ന എനിക്ക് സമയം. ഞാനും വടി കൊടുത്ത് അടി മേടിച്ചു. ഇപ്പൊ വേണ്ട എന്ന് പറയാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു. വടി കൊടുത്ത് അടി ഞാനും കൂടി മേടിച്ചു. കൃത്യമാണ്. അപ്പൊ ബാലൻസ് ചെയ്തപ്പോ പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പാലം കിടക്കുവോ വേണ്ട, നമുക്കത് വിടാം. WCC കഴിഞ്ഞോട്ടോ. ഇനി എന്തായാലും ഈ തവണ താരസംഘടന മീറ്റിംഗിന് വരുന്നുണ്ട്. പഴയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അത് നല്ലതാണ്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ബന്ധങ്ങൾ കുറച്ച് നഷ്ടപ്പെട്ട് നമുക്ക് പുതുക്കാൻ ഫോൺ നമ്പറുകൾ വാങ്ങാനും കഴിയുന്ന ഒരു ബന്ധമാവും. കോവിഡ് സമയത്ത് ഒത്തിരി സിനിമകൾ കണ്ടു കാണുമെന്നാണ് ഞാൻ കണക്കൂടുന്നത്. ആക്ച്വലി ഇല്ല, കോവിഡ് സമയത്ത് ഞാൻ വളരെ ബിസി ആയിരുന്നു. ബിക്കോസ് കോവിഡ് വാക്സിനേഷൻ ഒക്കെ വരുന്നതിന്റെ ആ ഒരു സമയത്താണ് ഞങ്ങള് അമേരിക്കൻ ജീവിതം മതി എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് സ്ഥലം മാറുന്നത്. അപ്പം ഒരു 10-17 വർഷം താമസിച്ച ഒരു കൺട്രിയിൽ നിന്ന് എല്ലാ ടൈസും വിട്ട് അവിടുത്തെ വീട് വിറ്റ് കാറ് വിറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെയായിരുന്നു എന്റെ പ്രൈമറി ഫോക്കസ്. സോ അപ്പോൾ ആക്ച്വലി സിനിമ കാണാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല.
പിന്നെ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടും പിന്നെ സെറ്റിൽ ആവുന്നത് പുതിയ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഇവിടത്തെ ലൈഫ് സ്റ്റൈലിനോട് ഒരു അക്ലമറ്റൈസേഷന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതെല്ലാം ആയിരുന്നു എന്റെ ഫോക്കസ്. അല്ലാതെ സിനിമ കാണാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അമേരിക്ക വെച്ച് സിനിമകളൊക്കെ കാണുമായിരുന്നു. പറ്റുന്നതൊക്കെ കാണുമായിരുന്നു, OTT-ലൊക്കെ വരുന്നതൊക്കെ കാണുമായിരുന്നു. തിയേറ്റേഴ്സിൽ പോയിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് അത്രയും ഒരു മലയാളി പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് തിയേറ്റേഴ്സിൽ അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ OTT-ൽ വരുന്നതും അല്ലാതെ യൂട്യൂബിൽ വരുന്നതൊക്കെ ഞാൻ കാണുമായിരുന്നു. ഈ OTT കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് കോവിഡ് സമയത്താണ് OTT കാലഘട്ടം. അതെ, മലയാള സിനിമ ലോകത്തെ അറിയിച്ചു OTT എന്ന് പറയണം. ആദ്യ സിനിമകൾ ഇറങ്ങുമ്പോഴൊക്കെ അങ്ങനെ ഹോമൊക്കെ നമ്മൾ ഏറ്റവും ആളുകൾ ഏറ്റെടുത്ത OTT-ൽ വന്നോണ്ടാണ്. OTT-യുടെ ഒരു വരവ് അഭിരാമി എങ്ങനെയാ വിലയിരുത്തുന്നത്? നമുക്ക് തിയേറ്ററിൽ പോകുമ്പോഴാണ് പഞ്ച് സിനിമയ്ക്ക് അല്ലെ, നമുക്ക് തിയേറ്ററിൽ നിന്ന് കൈകൊട്ടുമ്പോഴാണ് നമുക്കൊരു ഒരു കലാകാരൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു കലാകാരി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഉണ്ടാവുന്നത്. പണ്ടൊക്കെ വെള്ളിയാഴ്ചയാണ് ഒരു താരോദയം എന്നാണ് പറയുന്നത്. പണ്ട് വെള്ളിയാഴ്ച മാത്രമാണ് റിലീസ്. അപ്പം വേണം ശനിയൊക്കെ റിലീസ് ഉണ്ട്. OTT-യുടെ ഒരു കടന്നുകയറ്റം എങ്ങനെയാണ് അഭിരാമി കാണുന്നത്? ഐ തിങ്ക് അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഒരിക്കലും OTT സിനിമയെ കാനബലൈസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ ചില സിനിമകൾ തിയേറ്ററിൽ കണ്ടാലേ പറ്റൂ. അത് കുഞ്ഞു സ്ക്രീനിലോ ഫോണിലോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വരത്തില്ല. ചില സിനിമകൾക്ക് ഇപ്പൊ വെബ് സീരീസ് ഒക്കെ കാണുവാണെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട കാര്യമില്ല. അപ്പൊ അതിന്റെ രീതിയിൽ, അതിന്റെ സ്കെയിലിൽ, അതിന്റെ ബഡ്ജറ്റിലായിരിക്കും ആ സിനിമ എടുക്കുന്നതും. സോ ബോത്ത് ക്യാൻ കോ എക്സിസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം, നല്ല കാര്യം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒരു യൂട്യൂബ് വന്നപ്പോൾ എത്രത്തോളം ഷോർട്ട് ഫിലിം മേക്കേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയോ, അതേപോലെ തന്നെ OTT വരുമ്പം കുറെ അധികം ആൾക്കാർക്ക് അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമാണ് ലഭിച്ചിരിക്കുന്നത്. അത് അവിടുന്ന് ഷൈൻ ചെയ്ത് വരുന്ന കുറെ താരങ്ങൾ നമുക്ക് ഇനി അടുത്ത സിനിമ ഡയറക്ടേഴ്സും ക്യാമറ പീപ്പിളും എല്ലാം ആകേണ്ട ആൾക്കാരാണ്. സോ ഇറ്റ് ഷുഡന്റ് ബി ഒരു കുഞ്ഞിതില് ലോബിയിലോ ഒരു ചെറിയൊരിതിൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയല്ല ഇത്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ മോർ ടാലന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇപ്പം പുതിയ തലമുറകൾ ഒത്തിരി ആളുകൾ അഭിനയിക്കുന്നു. മമ്മൂക്കയാണ് മമ്മൂക്കയുടെ മോൻ അഭിനയിക്കുന്നു, ലാലേട്ടന്റെ മോൻ. നെപ്പോട്ടിസം അല്ലേ? നെപ്പോട്ടിസം ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. പുതിയ തലമുറ പകതാണ് ഈ പുതിയ തലമുറ. ആസിഫലി, ഒത്തിരി പുതിയ തലമുറ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? നമുക്ക് ആ ആക്ടർമാരെ കാണുമ്പോൾ നമുക്ക് പല ആൾക്കാർക്ക് മുമ്പ് ഇന്ന ആക്ടർ ഭയങ്കര അഭിനയമാണെന്ന് അഭിരാമി അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മാർക്ക് ഷീറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ചില ആൾക്കാരുടെ അഭിനയങ്ങൾ ചില സിനിമയിൽ വളരെയധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചില സിനിമകളിൽ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് ഐ എം ജസ്റ്റ് എൻ ഓഡിയൻസ്. വേറെ ഒരാളുടെ സിനിമ കാണുമ്പോൾ ഞാനും ജസ്റ്റ് എൻ ഓഡിയൻസ് മെമ്പർ. പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഇവരുടെ കൂടെ അഭിനയിക്കണമെന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ആദ്യം അഭിനയിക്കണമെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് ആരായിരിക്കും? എനിക്ക് ഫഹദിന്റെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, വിനീതിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ചിന്താഗതി, അവരുടെ വിനീത് ഓൾ ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ. ആ ശ്രീനേട്ടന്റെ അതേ ടാലന്റ് അതേപടി കിട്ടിയിട്ടുണ്ട്. ഇൻഫാക്ട് ധ്യാന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരേ മുഖം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ധ്യാന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ധ്യാൻ വേറെ ലൈനാണ്, വിനീത് വേറെ ലൈനാണ്. എനിക്ക് ഐ റിയലി ലൈക്ക് ഹിസ് സെൻസിബിലിറ്റി. അപ്പൊ അതുകൊണ്ട് വിനീതിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെ കൂടെ പൃഥ്വിയുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്ദ്രജിത്തിന്റെ കൂടെ ഞാൻ ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട്. ഷിജിത്തു ഓൾസോ. ഇനിയും ഐ എം എ വെരി സെൽഫിഷ് ആർട്ടിസ്റ്റ്. എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കണം. അതെ, നമ്മൾ എന്തിനാ ആരും വിട്ടുവിടുന്നത്? എല്ലാവരോടും ഞാൻ അഭിനയിക്കും. അങ്ങനെ അഭിനയിക്കണം. അതെ, ഈ വിനീതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശ്രീചേട്ടന്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തത്. ശ്രീചേട്ടൻ ഇങ്ങനെ സുഖമില്ലാതെ ഒരു അഭിമുഖം തരുന്ന എനിക്കത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ച ചെയ്യുവാണ്. ആ അഭിമുഖം ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. അപ്പം പറയുന്ന അന്നത്തെ പഴയ കാര്യങ്ങൾ ഇപ്പോഴും ഓർത്തിരുന്ന് കൗണ്ടറുകളാണ് ശ്രീചേട്ടൻ. ഇങ്ങനെ അതേ ടാലന്റ് തന്നെയാണ് ഇപ്പൊ ഈ ധ്യാനാണെങ്കിലും ഓരോ അഭിമുഖത്തിൽ വന്നിരുന്നു പറയുന്നത്. ധ്യാന്റെ അഭിമുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? ധ്യാന്റെ അഭിമുഖമൊക്കെ കാണാറുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്. കണ്ട് രസിക്കുമല്ലോ, നമുക്ക് ഭയങ്കര രസമല്ലേ ധ്യാന്റെ സംസാരമൊക്കെ. വിനീത് വേറൊരു രീതിയാണ്. വിനീതിന്റെ റൂട്ട് വേറെയാണ്. ഈ പറഞ്ഞ പോലെ വിനീതിന്റെ കൂടെയും ഫഹദിന്റെയും അതിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാവരുമായിട്ട് അഭിനയിക്കണം അല്ലെ? പല നായികമാരും അഭിരാമിക്ക് ശേഷം ഒത്തിരി നായികമാരും ഇവിടെ ഉണ്ടായി അല്ലേ? ഇവരെയൊക്കെ വിലയിരുത്തിയിട്ടുണ്ടോ? വിലയിരുത്തുന്നത് നമ്മളൊരു പ്രേക്ഷക എന്ന നിലയിലാട്ടോ, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് വരും. പ്രേക്ഷക എന്ന നിലയിൽ വിലയിരുത്തിയ ഒരു സിനിമയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? അത് എല്ലാവരുടെയും ഇപ്പൊ വരുന്നതിൽ ടാലന്റ് ഇല്ലാത്ത ആൾക്കാർ ആരും തന്നെ ഇല്ല. എവ്രിബഡി ഈസ് സോ ടാലന്റഡ്.
ഇപ്പം നിമിഷയുടെ മൂവി ആണെങ്കിലും അല്ലെങ്കിൽ നമിതയുടെ മൂവി ആണെങ്കിലും അല്ലെങ്കിൽ സംയുക്തയുടെ മൂവി ആണെങ്കിലും അപ്പം എനിക്ക് പേര് പെട്ടെന്ന് എല്ലാവരുടെയും പേര് എനിക്ക് വന്നില്ലെങ്കിലും ആരെയും മാറ്റി നിർത്തിയത് കൊണ്ടല്ല, എല്ലാരും തന്നെ ആനബെൻ ഇല്ലെങ്കിൽ ദർശന, മീൻസ് സോ മെനി പീപ്പിൾ ആർ സോ ഇൻക്രെഡിബിളി, പാർവതി, റിമ, ഐ മീൻ ഇറ്റ്സ് ജസ്റ്റ് സോ അമേസിങ്. ആൻഡ് അവർക്ക് ഇത്രയും നല്ല ക്യാരക്ടേഴ്സും കൂടെ കിട്ടുന്നതുകൊണ്ട് ഐ എം സോ എക്സൈറ്റഡ്. അത്രയും നല്ല ക്യാരക്ടേഴ്സ് എഴുതുന്നുണ്ട് ആൾക്കാർ, അവർക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ ഇപ്പം ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഒരു ഷീല ജയഭാരതി അല്ലെങ്കിൽ ശാരദ, ഒരു 3-4 പേരേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉർവശി, ശോഭന, ഒരു രേവതി, ഒരു അഗൈൻ ഒരു 5-6 പേരേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ തന്നെ എത്ര പേര്, 10 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ മിസ് ചെയ്ത ഒരു 15 പേരും കൂടെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് താനും. എല്ലാവർക്കും. സീ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഈ പറഞ്ഞതുപോലെ അവാർഡുകൾ അല്ലേ, അഭിരാമി ഒത്തിരി സിനിമയിൽ വെച്ചു, തമിഴ്നാട്ടിലും പല സിനിമയിലും ഈ അവാർഡുകൾ കറക്റ്റ് നിർണയിച്ചുകൊണ്ടാണോ അവാർഡുകൾ കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില അവാർഡുകൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്, ചില അവാർഡുകൾ അല്ല. അത് ഓരോ അവാർഡിനെ ബേസ് ചെയ്തിരിക്കും. അത് നമ്മൾ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടല്ലേ? അത് പൊതു അറിവാണ്. ഐ തിങ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഏതാണ് ശരിയായ അവാർഡ്, ഏതാണ് ചുമ്മാ കൊടുക്കുന്ന അവാർഡ് എന്ന് അവർക്ക് തന്നെ. അത്ര അവാർഡുകൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത്ര അവാർഡുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ അഭിരാമിക്ക് ഒരു അവാർഡ് തരുമ്പോൾ അഭിരാമി അത് വിശ്വസിച്ചാണോ വാങ്ങേണ്ടത്? ഐ ഡോണ്ട് നോ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഞാൻ ഒരു അവാർഡിന് ഞാൻ ഈ അവാർഡ് വാങ്ങിക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രസ്താവന ഇറക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഒരു അവാർഡ് ആണെങ്കിൽ പോലും അതൊരാളുടെ ഒരു ടാലന്റിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു സം സോർട്ട് ഓഫ് പ്രോത്സാഹനം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും അല്ലെങ്കിലും കുറെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും, അവിടെ ഒരു പുതിയ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ. ഒരു റൂമിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷെൽഫ് വെക്കാനൊരു സാധനം കിട്ടുമല്ലോ. അതിനെന്താ ഒരു അവാർഡുകളും കിട്ടിയില്ല എന്ന് പറയുന്നു. 1-2 കിട്ടിയിട്ടുണ്ട്, മലയാളത്തിലല്ല പക്ഷെ തമിഴിലും കന്നഡയിലും കിട്ടിയിട്ടുണ്ട്. ഈ തമിഴിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറെ ആളുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലേ? നമുക്ക് എപ്പോഴും ഇഷ്ടം തോന്നുന്ന ഒരു നടൻ ഉണ്ടാവുമല്ലോ, നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഇഷ്ടം, അങ്ങനെ ഒരു നടൻ ആരാണ്? ഐ തിങ്ക് അത് പൊതു അറിവാണ്. എനിക്ക് കമൽ സാർ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് കമൽ ഹാസൻ സാർ. എനിക്ക് ഫാൻ ഗേൾ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വാർത്തകളൊക്കെ പുറത്തു വന്നു, അതൊക്കെ പണ്ട് വേദനിപ്പിച്ചറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കമൽഹാസനായിട്ടുള്ള ചുമ്മാ ഹ്യൂമറുകൾ അടച്ചിട്ടുണ്ട്, പിന്നെ അവര് തന്നെ സത്യമല്ല കള്ളത്തരമാണെന്ന് പറഞ്ഞ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. കമൽഹാസൻ പിന്നെ ഞാൻ ഇന്നും ആ വാർത്ത, പഴയ വാർത്ത എടുത്ത് വായിച്ചായിരുന്നു. വേറെ പണിയൊന്നുമില്ലേ? അഭിരാമിനെ കുറിച്ച് എന്ത് വാർത്ത സ്റ്റഡി ചെയ്തിട്ട് വന്നല്ലോ. ഈ കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ലേ? കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു ആളായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്? നമുക്ക് എപ്പോഴും കമൽഹാസൻ ആ ഫ്രെയിമിൽ കാണാൻ ഇഷ്ടം അല്ലെ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ഒരാളാണ് എന്ന് അഭിരാമി അത്രമാത്രം ആരാധിക്കുന്ന ഒരാളാണ് കമൽഹാസൻ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അത് പുള്ളിയുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ലേ? പുള്ളിക്ക് കുറെ കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഉണ്ടെന്ന് തോന്നി, അതിനൊരു പ്ലാറ്റ്ഫോം തേടിപ്പോയി, രാഷ്ട്രീയമാണ് അതിന്റെ കറക്റ്റ് പ്ലാറ്റ്ഫോം എന്ന് തോന്നി, അതുകൊണ്ട് അത് പുള്ളി ചെയ്തു, അത്രേ ഉള്ളൂ. ഞാൻ അദ്ദേഹം ചെയ്യണോ വേണ്ടത് ഞാൻ ആലോചിച്ചിട്ട് ആർക്ക് എന്ത് മാറ്റം വരാനോ? ഒന്നും മാറ്റം വരില്ല. ഇപ്പോഴും ആ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് മേ ബി വർഷത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ സംസാരിക്കാറുണ്ട്, മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ. ബർത്ത്ഡേക്ക് എല്ലാ വർഷവും ഞാൻ വിളിച്ച് വിഷ് ചെയ്യും. സോ അങ്ങനെ മേ ബി 1-2 പ്രാവശ്യം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യും. അങ്ങനെ കോണ്ടാക്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ എന്റെ ഫാമിലി ഫ്രണ്ടോ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല. ഇവിടെയൊക്കെ മലയാളത്തിൽ അങ്ങനെ പോകാറുണ്ടല്ലോ. ഇപ്പൊ ഇന്ത്യൻ മരിക്കുമ്പോൾ സുരേഷ് പോയിട്ടുണ്ട്, അത് രാഷ്ട്രീയം നോക്കിയല്ല പോകുന്നത്. സുരേഷ് ഗോപി ഒരിക്കും ആള് പോകുന്നുണ്ട്, അത് രാഷ്ട്രീയം നോക്കിയല്ല. ഒരു സുഹൃത്ത് വലയത്തിൽ ഇവിടെ കേരളത്തിൽ അങ്ങനെ കാണുന്നുണ്ട്, അവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ രാഷ്ട്രീയ ബേസിൽ മാത്രമേ പോകുന്നുള്ളൂ, അവിടെ രാഷ്ട്രീയ ബേസിൽ തന്നെയാണ് പോകുന്നത്, ഒരു സുഹൃത്ത് ബന്ധത്തിലല്ല. രാഷ്ട്രീയക്കാരനാണെങ്കിൽ ആ രാഷ്ട്രീയ അവരുടെ പോകുന്നത്. ഈ അവിടെയും ഈ പറഞ്ഞ പോലെ പുതുതലമുറകൾ ഒത്തിരിയാണ് തമിഴ്നാട്ടിലെ. അജിത് ആണെങ്കിലും എത്രയോ പേരാണ്, വിജയ് ആണെങ്കിലും എന്ത് ഫാൻസ് ആണ്. അവരിൽ ആരുടെ കൂടെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അത് സെയിം ആൻസർ ആണ്, എല്ലാവരും കൂടെ അഭിനയിക്കണം. എങ്കിലും ഇപ്പൊ ഇതിൽ 2 പേരുടെ പേര് പറഞ്ഞില്ല, ആദ്യം ഇവർ 2 പേര്, പിന്നെ എല്ലാവരും. അല്ല, ഞാൻ
പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് മൂന്നാമത്തെ ഒരാളെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞതിൽ ഒരു എളുപ്പ വഴിയുണ്ട്. ലിസ്റ്റും പൃഥ്വിരാജ് ഒരു കമ്പനിയാണ്. അതെ, അത് എളുപ്പ വഴി നമുക്ക് കിട്ടും. പൃഥ്വിരാജ് ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്. പറയട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് ലിസ്റ്റും വഴി തന്നെ പോകണമെന്നൊന്നുമില്ല. നേരിട്ട് പോവാം. പൃഥ്വിരാജ് കമ്പനി തുടങ്ങിയിട്ടൊന്നും വിളിച്ചില്ല അല്ലേ? അല്ല, വിളിച്ചിട്ടുണ്ട്. നമ്മള് അഭിനയിക്കാനായിട്ട് വിളിച്ചിട്ടില്ല, പക്ഷെ നമ്മള് സംസാരിക്കാറുണ്ട്. കോണ്ടാക്ടില് തന്നെയാണ്. അല്ല, ഈ ഇത്ര ആഗ്രഹം വെച്ചോണ്ടിരിക്കാം പൃഥ്വിരാജ് കൂടെ. അല്ല, ഞാൻ പറയണം, പുള്ളി അടുത്ത് ഞാൻ വിളിച്ച് പറയാം. അല്ല, ഈ ഇന്റർവ്യൂ പൃഥ്വിരാജിന് അയച്ചു കൊടുക്കണേ. തീർച്ചയായിട്ടും അയച്ചു കൊടുക്കും. ഞാൻ ഇത് അറിയിക്കുകയും ചെയ്യും. ശരി, എത്ര പടങ്ങൾ ചെയ്ത്. ഇനിയിപ്പോ പുതിയ കമ്മീഷൻ തരാം. പുതിയ പടം ഞാൻ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച സിനിമ ഞങ്ങൾ നേരിട്ട് അഭിനയിച്ച പൃഥ്വിരാജുമായിട്ട്. ഇടി കൊടുക്കല, ചോദ്യം ചെയ്ത് എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കണം. പൃഥ്വിരാജ് എന്നോട് പറയുകയും ചെയ്തു, ഒത്തിരി എന്നോട് ചോദ്യം ചോദിച്ചു കുറച്ചേരം വേലത്തി എന്നുള്ള പറഞ്ഞു. തമാശക്കാണെങ്കിലും പറയുകയും ചെയ്തൊരു കഥയുണ്ട്. അത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞു. ആ പൃഥ്വിരാജായിട്ട് ക്ലാസ്മേറ്റ് ആണല്ലേ? ട്രിവാൻഡ്രത്ത് പഠിക്കും. ഭാരതീയ വിദ്യാഭവന്റെ. എത്ര ക്ലാസ് വരെ? നമ്മൾ ആക്ച്വലി ഒരു ഏതാനും ആഴ്ചകൾ ഞാൻ ആ സ്കൂളിൽ പഠിച്ചു. മേ ബി 1.5 മാസം ആ സ്കൂളിൽ പഠിച്ചു. ഞാനും എന്റെ ഹസ്ബൻഡും അവിടെ തന്നെയാണ് ഞാൻ പരിചയപ്പെട്ടത്. നമ്മളെല്ലാരും ഒരേ സ്കൂളിൽ ഒരേ ബാച്ച് ആയിരുന്നു. അതെ, അങ്ങനെയാണ് അവിടെ ഒരു പരിചയം ഉണ്ടായിരുന്നു അല്ലെ? പിന്നീട് അത് ഇങ്ങനെ പരിചയം പുതുക്കി പോകുന്ന ഒരു അവിടെ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ അത് നമ്മൾ ഓർമ്മ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിക്കാൻ 3 പേരുടെ പേരുണ്ട്. അപ്പൊ തമിഴിൽ ആരുടെ കൂടെ അഭിനയിക്കണം? എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം. പേര് നമ്മുടെ മനസ്സിലുണ്ടാവും. എന്തായാലും എനിക്ക് എന്റെ മനസ്സിലുണ്ടല്ലോ. ഞാനിപ്പോ ആരുടെ കൂടെ അഭിനയിച്ചാലായിരിക്കും നന്നായിരിക്കുന്നത് പറയും. അത് ഞാൻ പറയും. അന്ന് പറയുന്നേ ഒരു പ്രേക്ഷകൻ, ഞാൻ ഐ എം ലുക്കിംഗ് ടു പ്ലീസ് മൈ ഓഡിയൻസ്. ആസ് എൻ ഓഡിയൻസ് പറയൂ, ഞാൻ ആരുടെ കൂടെ അഭിനയിക്കണം പറയൂ. അജിത്തിന്റെ കൂടെ അഭിനയിക്കണം. പിന്നെന്താ അഭിനയിക്കാം? എനിക്ക് അത് ഒരു നല്ല കോംബോ ആയിരിക്കും. എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ തെറ്റാണോ ശരിയാണെന്ന് എനിക്ക് തെറ്റൊന്നുമില്ല. പറയാം. നല്ല കാര്യം പറയൂ, മാനിഫെസ്റ്റ് ചെയ്യൂ. അത് എനിക്ക് കൃത്യമാണ്. എനിക്ക് വിജയ് സേതുപതിയോട് അഭിനയിക്കണം. ഗംഭീരം. പുള്ളിയുടെ ഐഡിയോളജി ഒരു കിഡിൽ ഐഡിയോളജിയാണ്. ഞാൻ ഇത്ര പറഞ്ഞില്ല, പേര് എനിക്ക് കിട്ടൂല. കിട്ടോ? കൊടുത്ത് മേടിക്കാന്നുള്ളതാണ് എന്റെ ശീലം. ഒരു നല്ല റിപ്പോർട്ടർ എന്നുള്ളൊരു കാര്യം തെളിയിച്ചു കഴിഞ്ഞില്ല, എപ്പോഴോ തെളിയിച്ചതാണ്, പിന്നെ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. വിജയ് സേതുപതിയോട്. അതെ, അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി വേറെയാണ്. അതെ, ഈ പറഞ്ഞതുപോലെ ഈ സുരേഷ് ചേട്ടനൊക്കെ പറഞ്ഞ ഒരു വലിയ മനുഷ്യ സ്നേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലെ. എനിക്ക് ഇവിടെ ലൊക്കേഷനിലൊക്കെ ഈ കൊച്ചിയിലൊക്കെ വന്നപ്പം ഞാൻ നേരിട്ട് കണ്ട് അദ്ദേഹം ഫോട്ടോ എടുക്കാൻ വന്ന ഒരാളെ പോലും വെറുപ്പിക്കാതെ അദ്ദേഹം ക്യാരവാനിലിരിക്കാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ വലിയ വൈറലായിരുന്നു. അദ്ദേഹം എടുത്ത ഫോട്ടോ ആലപ്പുഴയിൽ ഒന്ന് ഷൂട്ടിങ് ഞാൻ പോയി നേരിട്ട് കണ്ടാണ് അദ്ദേഹമായിട്ട് സംസാരിക്കാം. അപ്പൊ അത്ര ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കണമെന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം ഇരിക്കുന്നത് അല്ലെ. അതുണ്ടാകും. നടക്കട്ടെ. ഇത് വുഡാണോ? പൊന്നാകട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷനിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ തമിഴിൽ ഇപ്പൊ റീസെന്റ് ചെയ്തുകൊണ്ടിരുന്ന മൂവിയുടെ അതേ അടുത്ത സെറ്റിലായിരുന്നു പുള്ളിയും വർക്ക് ചെയ്തിരുന്നത്. ആക്ച്വലി വളരെയധികം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഞാൻ ഇങ്ങനെ അടുത്ത സെറ്റില് വിജയ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം എന്നൊന്ന് പറയാമോ എന്ന് ഞാൻ ആ ഫിലിമിന്റെ മാനേജറിന്റെ അടുത്ത് അറിയിച്ചപ്പോഴത്തേക്കും ഹീ സെഡ് ഇല്ല, ഞാൻ വന്ന് കാണാം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞു. No, that is not the right thing. നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നതാണ് അതിന്റെ മര്യാദ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കണ്ടു. കുറെ നേരം ഇരുന്ന് സംസാരിച്ചു പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട്. ഹീസ് വെരി ഷൈ പേഴ്സൺ. അങ്ങനെ പെട്ടെന്ന് അങ്ങ് സംസാരിക്കില്ല, പക്ഷെ ഒന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കും. അതെ, സോ ഇറ്റ് വാസ് എ നൈസ് ഇന്ററാക്ഷൻ. അപ്പം നല്ല പറഞ്ഞത് എനിക്ക് അതെ അതെ, നമ്മള് സീഡിട്ടു. നമ്മുടെ കാര്യം നമ്മൾ ചെയ്യണം. നമ്മള് ചുമ്മാ വീട്ടിലിരുന്ന് നമ്മളെ നോക്കി എല്ലാം വരും എന്ന് പറഞ്ഞ എന്റെ അഹങ്കാരം ഒന്നും എനിക്കില്ല. ചോദിച്ചു വാങ്ങും. പിന്നെന്താ, വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മളെ തേടി വരുന്ന ഒരിക്കലും ഇരിക്കല്ലോ. അങ്ങനെ ഇരുന്നവരൊക്കെ ഷെഡിലായിട്ടുണ്ട്. എന്റെ അറിവിൽ ഷെഡിലായിട്ടുണ്ട്. അഹങ്കാരത്തോട് ഇരിക്കുന്നവരൊക്കെ ഷെഡിൽ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങണമെന്ന് തോന്നിയ ഇപ്പൊ ആർക്കും വേണ്ടതാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കണമെന്നോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണമെന്നോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നിടം വരെ നിങ്ങളത് ഓർക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോ അഭിരാമി അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിലപ്പം ഓർത്തേക്കാം. അതിനൊരു ഓപ്പർച്യൂണിറ്റി തേടിയെടുക്കേണ്ടത് എന്റെ ദൗത്യമാണ്. അത് ഞാൻ ചെയ്യും. അത് കൃത്യമാണ് കേട്ടോ. അത്തരം പ്രവണത നല്ലതാണ്. അതോടെ ഒരു പോയിന്റ്, നമ്മൾ ഇപ്പോഴും കലയെ സ്നേഹിക്കുന്നു. എന്റെ ജീവിതം എന്ന് പറയുന്ന പകുതി ഭാഗം എന്റെ അഭിനയമാണ്. അത് ഉള്ളത് കൊണ്ടാണ് ചോദിക്കാൻ പറ്റുന്നത്. നമുക്ക് 2 വർഷങ്ങളുണ്ടല്ലോ, അതുള്ളത് കൊണ്ട് മാത്രമാണ് ചോദിക്കാൻ പറ്റുന്നത്. ഇനി അഭിനയിക്കണമെന്ന് തോന്നുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്.
അഭിനയിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് മനസ്സിലിപ്പോ കാണുന്ന സിനിമകൾ, ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സമയം എനിക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ട്, പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. എനിക്ക് ബയോപിക്സ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു വ്യക്തിയുടെ ബേസിസ്, അവരുടെ ലൈഫ് ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ ചെയ്യാൻ എനിക്ക് ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ മീ. ബിക്കോസ് നമ്മളൊരു മനസ്സിൽ സങ്കല്പിച്ച ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒത്തിരി വ്യത്യാസമുള്ളതാണ് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഹ്യൂമന്റെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അവരെ കുറിച്ച് കുറെ കൂടെ സ്റ്റഡി ചെയ്യാം, അവരുടെ ലൈഫിനെ കുറിച്ച് കുറെ കൂടെ പഠിക്കാം. അങ്ങനത്തെ ഒരു സംഭവം ചാലഞ്ച് ആയിട്ട് എടുക്കാൻ എനിക്ക് വളരെയധികം അതൊരു റിസ്കിയാണ് അല്ലെ? റിസ്ക് ഉണ്ട്, അതില് ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ട്. പക്ഷെ അവരുടെ ബ്ലെസ്സിങ് അതിനുണ്ടെങ്കിൽ ഐ തിങ്ക് അത് വർക്ക്ഔട്ട് ആകും. അതെ, അവരുടെ ബ്ലെസ്സിങ് ഇല്ലാതെ നമ്മൾ ചെയ്യില്ലല്ലോ. സോ അത് ചെയ്യണം എന്ന് എനിക്ക് വളരെയധികം